ദൈവമക്കളുടെ അവസ്ഥകളെ കുറിച്ച് എന്നോട് വ്യക്തമായി സംസാരിച്ച ചില കാര്യങ്ങളുണ്ട്. അവിടെ കാണാനായിട്ട് കഴിഞ്ഞത് ദൈവമക്കൾ പലരും നിരാശയിലാണ്. എന്താണെന്ന് ചോദിച്ചാൽ അവർ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മറുപടി കിട്ടുന്നില്ല, ഉത്തരം കിട്ടുന്നില്ല. വേണം, പ്രാർത്ഥനയ്ക്ക് മറുപടി വേണം, പക്ഷെ കിട്ടുന്നില്ല. പ്രാർത്ഥനയിൽ പരാജയം സംഭവിച്ചിരിക്കുക. നാളുകളായി പ്രാർത്ഥിക്കുമ്പോൾ ഒന്നും സംഭവിക്കുന്നില്ല. എന്തേ ഒന്നും സംഭവിക്കാത്തത്? വലിയ ഈ അനുഭവം കാരണം മടുപ്പ് വന്നിരിക്കുക. പ്രാർത്ഥിക്കാനേ തോന്നുന്നില്ല. ആ മടുപ്പ് കൊണ്ടെത്തിക്കുന്നത് ഉറച്ചു നിൽക്കാൻ കഴിയാത്തൊരു സിറ്റുവേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ പോലും പറ്റുന്നില്ല. അവിശ്വാസം ചിലത് ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്ന ചില കാഴ്ചകൾ കാണിച്ചു. അവിശ്വാസം ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുക. അവൻ നിന്ന് ആടുകയ. പല വിശ്വാസികളും നിന്നോടത്ത് നിന്ന് ആടിക്കൊണ്ട് നിൽക്കുക, ആടി ഉലഞ്ഞുകൊണ്ട് നിൽക്കുക. വിശ്വാസിയാണോ എന്ന് ചോദിച്ചാൽ അതെ, അല്ലേന്ന് ചോദിച്ചാൽ അല്ല. എന്നാ സ്ഥിതിയാ? ഇതാണ് നമ്മുടെ വിശ്വാസം. ഉറച്ചു നിൽക്കേണ്ടവരല്ലേ? പറ്റുന്നില്ല, ഉറച്ചു നിൽക്കാനൊന്നും പറ്റുന്നില്ല. അങ്ങ് പോയി, കയ്യിൽ നിന്ന് പോയി എന്ന് പറയുന്ന രീതിയിലേക്ക് വന്നിരിക്കുക. ഇത് പറയുമ്പോൾ നിങ്ങൾ എന്നോട് പറയും, പാസ്റ്ററെ ഞങ്ങൾ പ്രാർത്ഥിച്ചതൊന്നും കുറവുണ്ടായിട്ടല്ല, ഉപവസിച്ച് തന്നെ പ്രാർത്ഥിച്ചു, പലവട്ടം ഉപവസിച്ചു. പ്രാർത്ഥനയ്ക്ക് ശക്തി പോരാഞ്ഞിട്ടാണോ? പലവട്ടം ഉപവസിച്ചു, കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പാ, കണ്ണുനീരൊഴുക്കി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നിട്ടും യാതൊരു അനക്കവും കാണുന്നില്ല. എന്റെ ദൈവം ജീവിച്ചിരിക്കുന്നില്ലേ? ഈ വിളിച്ചു പറയുന്ന തിരുവചനത്തിനൊന്നും ശക്തിയില്ലേ എന്ന് ചോദിച്ച് നിലവിളിക്കുന്ന വ്യക്തി ജീവിതമേ, നിന്നോടുള്ള ദൈവിക വെളിപ്പാട് എന്ന് പറയാനുണ്ട്. ആത്മാവിൽ ഞാൻ വെളിപ്പാടുകൾ വിളിച്ചു പറയട്ടെ. ഏറ്റെടുത്ത് ഒരു മടങ്ങി വരവിന് വേണ്ടി യജമാനൻ ആഗ്രഹിക്കുന്ന വിധത്തിലേക്ക് നിന്നെ മാറ്റിയെടുക്കുവാൻ ദൈവം ഇന്ന് ആഗ്രഹിക്കുകയാണ്. ഈ പ്രാർത്ഥന വൃഥാവായി പോകുകയില്ല. ദൈവത്തിന്റെ ശക്തി ഒരു ദിവസം പോലും ഇല്ല. ആ വിഷയം തന്നെ പറഞ്ഞ് വീണ്ടും 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 പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എത്ര ദിവസമായി പ്രാർത്ഥിക്കുന്നു? ഉറ്റിരിക്കാൻ തുടങ്ങിയിട്ട്. ചിലരോട് പറയുന്നത് മാസങ്ങളല്ല, വർഷങ്ങളായി പ്രാർത്ഥിച്ച് ഉറ്റിരുന്ന് ക്ഷീണിച്ചിരിക്കുന്ന അനുഭവങ്ങൾ. ഒന്നും കൂടെ പറഞ്ഞാൽ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചിട്ടും കരഞ്ഞു മടുത്തു. ഞാന് ഇനി എനിക്ക് കരയാൻ കണ്ണുനീരില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ എന്റെ ദൈവത്തിന് എന്ന് ചിലത് പറയാനുണ്ട്. എന്താ ഈ പരാജയം? ഇനി ഞാൻ എന്തു ചെയ്യണം? ഇതാണ് ചോദ്യം. പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞത് ഇതിന് ഉത്തരം പറഞ്ഞു കൊടുക്കാനാ പറഞ്ഞത്. ദൈവമക്കൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചോദ്യത്തിന് ഉത്തരം പറയാനാണ്. ഇനി ഞാൻ എന്ത് ചെയ്യണം? പ്രാർത്ഥന പരാജയമായി നിൽക്കുന്ന സമയത്ത് ഇനി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നവരോട് ദൈവത്തിന് ചിലത് സംസാരിക്കാനുണ്ട്. ഒരു കാര്യം കൂടെ ചെയ്യിക്കാനുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന വിജയിക്കാൻ വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു തന്ത്രം, ഒരു ശക്തി നിങ്ങൾക്കിന്ന് പറഞ്ഞു തരാൻ താല്പര്യത്തോടെ തിരുസന്നിധിയിൽ ചേർന്ന് വന്ന എല്ലാ ദൈവമക്കളെയും ഓർത്ത് ഞാൻ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുകയാണ്, സ്തുതിക്കുകയാണ്. ജീവിതത്തിന്റെ കടും ശോധന വേളകളിലും ഭാരമുള്ള പ്രയാസങ്ങളുള്ള വേളകളിലുമെല്ലാം ആശ്വാസമായി നമ്മോട് അടുത്തിരിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ഈ മരുഭൂ യാത്രയിൽ നമ്മുടെ ചാരത്തണയുവാൻ കഴിയുന്ന ദൈവത്തിന്റെ സ്പർശനം ഇന്ന് അനുഭവിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ വിജയിച്ചു. ഒരു പ്രാർത്ഥനയിൽ ലഭിക്കേണ്ട 3 അനുഗ്രഹങ്ങളുണ്ട്. യബോക്ക് കടവിൽ പ്രാർത്ഥിക്കുന്ന ആ യാക്കോബ് എന്ന ഭക്തന്റെ പ്രാർത്ഥന നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ആ ഭക്തൻ അവിടെ മുട്ടുകൂത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പ്രതിസന്ധികളുടെ മധ്യത്തിൽ, വളരെ ക്ലേശമായ അനുഭവത്തിൽ, ജീവിതം തന്നെ തകർന്നു പോകുമെന്ന് തോന്നുന്ന കടും ശോധന വേളയുടെ മധ്യത്തിൽ ഒരു ഭക്തൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്നാൽ ആ പ്രാർത്ഥന വൻ വിജയമായി തീർന്നു. കാരണം 3 കാര്യങ്ങൾ അവിടെ സംഭവിച്ചു. ഒന്ന്, ആ പ്രാർത്ഥനയിൽ ദൈവ ശബ്ദം കേട്ടു. നമ്മൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മൾ തലകൾ വണക്കുമ്പോൾ വെറുതെ പ്രാർത്ഥിച്ച് അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ദൈവ ശബ്ദം കേൾക്കണം. ഇന്നത്തെ പ്രാർത്ഥനയിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് ഇന്ന് വെറുതെ പ്രാർത്ഥിച്ചു, ചടങ്ങ് കഴിഞ്ഞു, പിരിഞ്ഞുപോയി എന്ന് പറയാൻ ഇടവരാതെ അതിനപ്പുറത്തെ ദൈവ ശബ്ദം കേൾക്കണം. 2, ഒരു സ്പർശനം അനുഭവിക്കാനായിട്ട് കഴിയണം. കർത്താവ് ഒന്ന് തൊടണം. ചില മേഖലയിൽ കർത്താവിന്റെ ശക്തിയുടെ കരം ഒന്ന് തൊട്ട് നമ്മെ ഒന്ന് ശക്തീകരിക്കുന്ന, നമ്മെ ഒന്ന് ബലപ്പെടുത്തുന്ന, നമ്മെ ഒന്ന് മുദ്ര വയ്ക്കുന്ന ചില അനുഭവങ്ങൾ ഇന്ന് ലഭിക്കാൻ പോവുകയാണ്. 3ാമത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഒരു അനുഗ്രഹം അതിലൂടെ പ്രാപിക്കണം. പ്രാർത്ഥനയിൽ 3 വിധ ഘട്ടങ്ങൾ ഉണ്ടെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. ഇത് 3 നടന്നാൽ നമ്മുടെ പ്രാർത്ഥന വിജയിച്ചു, ഒരു സംശയവുമില്ല. ഒന്ന്, പ്രാർത്ഥനയിൽ നമ്മുടെ ശബ്ദം മാത്രം പോരാ, ദൈവ ശബ്ദം കേൾക്കണം. ദൈവ ശബ്ദം കേൾക്കാൻ കഴിഞ്ഞാൽ വിജയിച്ചു. കർത്താവ് ഒരു മറുപടി പറയുന്ന, അല്ലെങ്കിൽ ദൈവം എന്റെ പേര് വിളിക്കുന്ന ഒരു ശബ്ദം കേട്ടാൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വിജയമായി. അവിടെ കൊണ്ട് നിൽക്കരുത്.
വിടുതൽ വ്യാപരിക്കുന്നത് സ്പർശനത്തിലൂടെയാണ്. പലപ്പോഴും ഒരു രോഗസൗഖ്യം വേണമോ, ഒരു വലിയ മാറ്റം സംഭവിക്കണമോ, അവൻ തൊട്ടാൽ സംഭവിക്കും. അവൻ മറ്റാരുമല്ല, കുശവനാണ്. അവൻ നമ്മെ മെനഞ്ഞ കുശവനാണ്. അവന്റെ കയ്യിൽ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മെ അവൻ പണിതെടുക്കും. മാനപാത്രമാക്കി മാറ്റുവാൻ ഒരു കരസ്പർശനം കൂടെ ആവശ്യമാണ്. ഞാൻ ഒന്നുകൂടെ പറയാറുണ്ട്, ഒരു രണ്ടാമത് ഒരു സ്പർശനം കൂടെ ആവശ്യമാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ ചീത്തയായി പോയതിനെ ഉടച്ചു പണിയുന്ന. ഗ്ലോറി ഗ്ലോറി. എൻ്റെ അനുഭവത്തിൽ അല്പമൊക്കെ ഞാൻ നാശമായി പോയിട്ടുണ്ട്. നാഥൻ ഇച്ഛിക്കുന്ന വിധത്തിൽ, നല്ല കുശവൻ ആഗ്രഹിക്കുന്ന വിധത്തിൽ ഞാൻ ആയിത്തീർന്നില്ല. എന്നിൽ ചില പരാജയങ്ങളുണ്ട്, ചില സുഷിരങ്ങൾ വന്നിട്ടുണ്ട്. ചില അനുഭവങ്ങൾ നല്ലതല്ലാതെ ഇരിക്കുന്നുണ്ട്. ഇതിനെയൊക്കെ ഒന്ന് മാറ്റി വീണ്ടും എന്നെ ഒന്ന് പണിതെടുത്ത്, ഒന്ന് മെനഞ്ഞെടുത്ത്, രൂപപ്പെടുത്തി, എന്നെ ഒന്ന് തൊട്ടു തലോടി, ഹല്ലേലൂയ, മാനപാത്രമാക്കി. ഒന്നും കൂടെ പറഞ്ഞ, യജമാനന്റെ കയ്യിൽ ഇണങ്ങുന്ന ഒരു മാനപാത്രമായി, അല്ലെങ്കിൽ ഏറ്റവും വിശേഷപ്പെട്ടത് പകരുന്ന ഒരു മാനപാത്രമായി, വിശേഷപ്പെട്ടത് പകരുന്ന മാനപാത്രം. ഒന്നും കൂടെ പറഞ്ഞാൽ, അവന്റെ ചുണ്ടിനോട് അടുപ്പിക്കാൻ കഴിയുന്ന ഒരു പാത്രമായി. ഗ്ലോറി. ഉത്തമേലിനെത്തി പറയുന്നത് പോലെ ആ അതരചുംബനത്തിന് വേണ്ടി അവൾ കൊതിക്കുന്നത് അവിടെ പറയുന്നുണ്ട്. അതെ, നാഥന്റെ അതരചുംബനം ഏറ്റുവാങ്ങുവാൻ കഴിയുന്ന ഒരു മാനപാത്രമായി, അത്രമാത്രം സ്നേഹം ഏറ്റുവാങ്ങുന്ന, അത്രമാത്രം സ്നേഹത്തിന്റെ ആ സാമീപ്യം അനുഭവിക്കുന്ന വിധത്തിലേക്ക് ഞാൻ ആയിത്തീരുവാൻ കർത്താവേ, ഈ പ്രാർത്ഥന മൂലം എന്നെ ഒന്ന് ഉടച്ചു പണിത്, എന്നെ ഒന്ന് തൊട്ട് പണിത്, എന്നെ ഒന്ന് തൊട്ട് തലോടി, ഒന്ന് യഥാസ്ഥാനപ്പെടുത്തി, ഒന്ന് ഷേപ്പ് വരുത്തി, ഒന്ന് രൂപപ്പെടുത്തി, ഒരു മാനപാത്രമാക്കി. സ്തോത്രം. യജമാനന്റെ കയ്യിലെ പാത്രമാക്കി, യജമാനന്റെ വിശേഷ പാത്രമായി, അവന്റെ ചുണ്ടോടടുപ്പിക്കുന്ന പാത്രമാക്കി മാറ്റുവാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. അതിനുവേണ്ടിയുള്ള ഒരു മുട്ടുകുത്തലാകട്ടെ നമ്മുടെ ഉപവാസ പ്രാർത്ഥന. എത്ര പേർ അതിനുവേണ്ടി ഒരുങ്ങിയിട്ടുണ്ടെന്ന് എനിക്കറിഞ്ഞൂടാ. ഒരു ചടങ്ങ് തീർക്കാൻ വേണ്ടി എല്ലാ മാസവും ഉപവാസ പ്രാർത്ഥനയുണ്ട്, സഭയുടെ പ്രാർത്ഥനയില്ലെന്നും പറഞ്ഞുകൊണ്ട് അതിന്റെ മധ്യേ ഇരിക്കുന്ന അനുഭവമല്ല നമുക്ക് ആവശ്യം. അതിനപ്പുറത്ത്, കർത്താവേ, എനിക്ക് ചില നല്ല അനുഭവങ്ങൾ വേണം. ഇന്നൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, ഇന്ന് കേൾക്കുന്ന ദൈവശബ്ദത്തിനനുസരിച്ച് ഞാൻ എന്നെ വിധേയപ്പെടുത്തുന്നതാ. ഇത് എന്നോടുള്ള ദൂതാണ്. എന്റെ ജീവിതത്തിൽ മാറ്റം വരുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നതാ. അങ്ങനെയൊക്കെ ഹിതത്തിലേക്ക് ഞാൻ എന്നെ തന്നെ രൂപാന്തരപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാട്ടെ. സ്തോത്രം. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, ഒരു ഉടയപ്പെടാൻ വേണ്ടി നമ്മൾ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, അവൻ നമ്മെ നിശ്ചയമായും അനുഗ്രഹിക്കും. നമ്മെ അനുഗ്രഹിക്കാതെ ഇന്ന് ഈ പ്രാർത്ഥനയിൽ നിന്നും നമുക്ക് എഴുന്നേറ്റ് പോകാൻ കഴിയില്ല. നാം എഴുന്നേൽക്കുന്നതിന് മുമ്പ് ദൈവം നമ്മെ അനുഗ്രഹിക്കും. അവന്റെ കരസ്പർശനം നമ്മെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. വിശ്വസിക്കുന്ന ദൈവമക്കൾ ചേർന്ന് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതരം തുറന്ന് ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. വചനം കേൾക്കുമ്പോൾ ഒന്ന് പ്രതികരിച്ചു തുടങ്ങുമ്പോൾ അവിടെ ദൈവശക്തി വ്യാപരിക്കും. ഇല്ലെങ്കിൽ അത് വെറുതെ കാറ്റുപോലെ കേട്ടുപോകും. അല്ല, അത് എന്നിൽ ക്രിയ ചെയ്യുവാൻ വേണ്ടി ഞാൻ അതിനോടൊപ്പം പ്രതികരിച്ച് ആമേൻ പറഞ്ഞ് ഏറ്റെടുത്ത് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇന്ന് സംസാരിക്കാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവിന് ഇന്ന് വ്യക്തമായി നമ്മളോട് ഇടപെടുവാൻ താല്പര്യമുണ്ട്. ഈ ദിവസങ്ങളിലെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞാൻ ദൈവസന്നിധിയിൽ കർത്താവെ എന്നെ തന്നെ സമർപ്പിച്ചു കൊണ്ടിരുന്നപ്പോൾ കർത്താവ് എൻ്റെ ഹൃദയത്തോട് തൊട്ടുണർത്തിയ ചില കാര്യങ്ങളുണ്ട്. ദൈവമക്കളുടെ അവസ്ഥകളെ കുറിച്ച് എന്നോട് വ്യക്തമായി സംസാരിച്ച ചില കാര്യങ്ങളുണ്ട്. അവിടെ കാണാനായിട്ട് കഴിഞ്ഞത്, ദൈവമക്കൾ പലരും നിരാശയിലാണ്. എന്താണെന്ന് ചോദിച്ചാൽ, അവർ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മറുപടി കിട്ടുന്നില്ല, ഉത്തരം കിട്ടുന്നില്ല. വേണം, പ്രാർത്ഥനയ്ക്ക് മറുപടി വേണം, പക്ഷെ കിട്ടുന്നില്ല. പ്രാർത്ഥനയിൽ പരാജയം സംഭവിച്ചിരിക്കുക. നാളുകളായി പ്രാർത്ഥിക്കുമ്പോൾ ഒന്നും സംഭവിക്കുന്നില്ല. എന്തേ ഒന്നും സംഭവിക്കാത്തത്? വലിയ ഈ അനുഭവം കാരണം മടുപ്പ് വന്നിരിക്കുക. പ്രാർത്ഥിക്കാനേ തോന്നുന്നില്ല. ആ മടുപ്പ് കൊണ്ടെത്തിക്കുന്നത് ഉറച്ചു നിൽക്കാൻ കഴിയാത്തൊരു സിറ്റുവേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ പോലും പറ്റുന്നില്ല. അവിശ്വാസം ചിലത് ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്ന ചില കാഴ്ചകൾ കാണിച്ചു. അവിശ്വാസം ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുക. അവൻ നിന്ന് ആടുകയ. പല വിശ്വാസികളും നിന്നോടത്ത് നിന്ന് ആടിക്കൊണ്ട് നിൽക്കുക, ആടി ഉലഞ്ഞുകൊണ്ട് നിൽക്കുക. വിശ്വാസിയാണോ എന്ന് ചോദിച്ചാൽ അതെ, അല്ലേന്ന് ചോദിച്ചാൽ അല്ല. എന്നാ സ്ഥിതിയാ? ഇതാണ് നമ്മുടെ വിശ്വാസം. ഉറച്ചു നിൽക്കേണ്ടവരല്ലേ? പറ്റുന്നില്ല, ഉറച്ചു നിൽക്കാനൊന്നും പറ്റുന്നില്ല. അങ്ങ് പോയി, കയ്യിൽ പോയി എന്ന് പറയുന്ന രീതിയിലേക്ക് വന്നിരിക്കുക. ഇത് പറയുമ്പോൾ നിങ്ങൾ എന്നോട് പറയും, പാസ്റ്ററെ, ഞങ്ങൾ പ്രാർത്ഥിച്ചതൊന്നും കുറവുണ്ടായിട്ടല്ല, ഉപവസിച്ച് തന്നെ പ്രാർത്ഥിച്ചു, പലവട്ടം ഉപവസിച്ചു. പ്രാർത്ഥനയ്ക്ക് ശക്തി പോരാഞ്ഞിട്ടാണോ? പലവട്ടം ഉപവസിച്ചു, കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പ
കണ്ണുനീരൊഴുക്കി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നിട്ടും 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 യാതൊരു അനക്കവും കാണുന്നില്ല. എന്റെ ദൈവം ജീവിച്ചിരിക്കുന്നില്ലേ? ഈ വിളിച്ചു പറയുന്ന തിരുവചനത്തിനൊന്നും ശക്തിയില്ലേ എന്ന് ചോദിച്ച് നിലവിളിക്കുന്ന വ്യക്തി ജീവിതമേ, നിന്നോടുള്ള ദൈവിക വെളിപ്പാട് എന്ന് പറയാനുണ്ട്. ആത്മാവിൽ ഞാൻ വെളിപ്പാടുകൾ വിളിച്ചു പറയട്ടെ. ഏറ്റെടുത്ത് ഒരു മടങ്ങി വരവിന് വേണ്ടി യജമാനൻ ആഗ്രഹിക്കുന്ന വിധത്തിലേക്ക് നിന്നെ മാറ്റിയെടുക്കുവാൻ ദൈവം ഇന്ന് ആഗ്രഹിക്കുകയാണ്. ഈ പ്രാർത്ഥന വൃഥാവായി പോകുകയില്ല. ദൈവത്തിന്റെ ശക്തി നമ്മിലേക്ക് വ്യാപരിക്കുക തന്നെ ചെയ്യും. ഉറ്റിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെന്നേ ഞാൻ ശ്രദ്ധിച്ചു. പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവർ പ്രാർത്ഥിക്കുമ്പോൾ വാചകം ഞാൻ ശ്രദ്ധിച്ചു. നിങ്ങൾ ഉറ്റിരുന്ന് പ്രാർത്ഥിക്കാൻ കർത്താവ് കൃപ തരണം എന്നൊക്കെ പറഞ്ഞു. ഉറ്റിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പ്രാർത്ഥിക്കാത്ത ഒരു ദിവസം പോലും ഇല്ല. ആ വിഷയം തന്നെ പറഞ്ഞ് വീണ്ടും 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 പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എത്ര ദിവസമായി പ്രാർത്ഥിക്കുന്നു ഉറ്റിരിക്കാൻ തുടങ്ങിയിട്ട്? ചിലരോട് പറയുന്നത് മാസങ്ങളല്ല, വർഷങ്ങളായി പ്രാർത്ഥിച്ച് ഉറ്റിരുന്ന് ക്ഷീണിച്ചിരിക്കുന്ന അനുഭവങ്ങൾ. ഒന്നും കൂടെ പറഞ്ഞാൽ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചിട്ടും കരഞ്ഞു കരഞ്ഞു മടുത്തു ഞാന്, ഇനി എനിക്ക് കരയാൻ കണ്ണുനീരില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ എന്റെ ദൈവത്തിന് എന്ന് ചിലത് പറയാനുണ്ട്. എന്താ ഈ പരാജയം? ഇനി ഞാൻ എന്തു ചെയ്യണം? ഇതാണ് ചോദ്യം. പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞത് ഇതിന് ഉത്തരം പറഞ്ഞു കൊടുക്കാനാ പറഞ്ഞത്. ദൈവമക്കൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചോദ്യത്തിന് ഉത്തരം പറയാനാണ്. ഇനി ഞാൻ എന്ത് ചെയ്യണം? പ്രാർത്ഥന പരാജയമായി നിൽക്കുന്ന സമയത്ത് ഇനി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നവരോട് ദൈവത്തിന് ചിലത് സംസാരിക്കാനുണ്ട്. ഒരു കാര്യം കൂടെ ചെയ്യിക്കാനുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന വിജയിക്കാൻ വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു തന്ത്രം, ഒരു ശക്തി നിങ്ങൾക്കിന്ന് പറഞ്ഞു തരാൻ താല്പര്യപ്പെടുകയാണ്. പ്രാർത്ഥനയോടെ ഇരിക്കുകയാണെങ്കിൽ ആത്മാവിന്റെ ശക്തിയുടെ വലിയ വ്യാപാരം നമ്മെ ശക്തീകരിച്ച് ഇന്ന് നമ്മുടെ വിഷയങ്ങളോട് പ്രതികരിക്കുകയും നിശ്ചയമായും ഒരു അനുഗ്രഹം പ്രാപിച്ച്, ഒരു വിടുതൽ പ്രാപിച്ച്, ജയം പ്രാപിച്ച് തന്നെ നമ്മൾ കടന്നു പോകാൻ ഇടവരും. വായിക്കാം, ഒരു തിരുവെഴുത്ത് വായിച്ച് അതിലൂടെ മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുകയാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 21-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം. വളരെ പരിചിതമായ ഒരു വാക്യമല്ല, എന്നാൽ അതിൽ കേൾക്കുന്ന ഒരു വാചകം എടുത്ത് വായിക്കുന്നു. അതിനെ തുടർന്ന് ചില പദങ്ങൾ എടുത്ത് സംസാരിക്കാനായിട്ട് താല്പര്യപ്പെടുകയാണ്. 21:14 അവനെ സമ്മതിച്ചു കൂടായികയാൽ കർത്താവിന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ മിണ്ടാതിരുന്നു. അവനെ സമ്മതിച്ചു കൂടായികയാൽ കർത്താവിന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ മിണ്ടാതിരുന്നു. അതിൻ്റെ ഒരു സന്ദർഭ പശ്ചാത്തലം പറഞ്ഞില്ലെങ്കിൽ നമുക്ക് കാര്യം മനസ്സിലാകാൻ ബുദ്ധിമുട്ടാണ്. അതിന്റെ കാര്യം എന്ന് ചോദിച്ചാൽ അപ്പോസ്തലന്റെ മിഷണറി യാത്രയുടെ ഭാഗങ്ങളിൽ നിന്നുള്ള അടർത്തിയെടുത്തൊരു ഭാഗമാണ് വായിച്ചത്. ആസിയയിലെ സഭയിലെ ശുശ്രൂഷയൊക്കെ കഴിഞ്ഞ് വലിയൊരു സെൻഡ് ഓഫ് ഒക്കെ കിട്ടി പൗലോസും കൂട്ടരും കൂടെ യാത്ര പുറപ്പെടുകയാണ്. അവരുടെ യാത്രയുടെ ലക്ഷ്യസ്ഥാനം യെരുശലേമിലേക്കാണ്. യെരുശലേമിലേക്കുള്ള യാത്ര അവർ പുറപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവർ കൈസരിയിലെത്തി. കൈസരിയിൽ ഒരു പ്രത്യേകതയുണ്ട്. അവിടെ ഒരു ഭക്തൻ താമസിക്കുന്നുണ്ട്. അപ്പോസ്തലന്മാരാൽ തെരഞ്ഞെടുക്കപ്പെട്ട 7 പേരിലെ പ്രധാനിയായ പീലിപ്പോസിന്റെ വീട്ടിൽ അവർ ചെന്നെത്തി. പീലിപ്പോസിന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ കാണാനായിട്ട് കഴിയുന്നത് പ്രവചിക്കുന്ന 4 പുത്രിമാരുള്ള ഒരു വീടാണ്. പീലിപ്പോസിന്റെ മക്കൾ പ്രവചിക്കുന്നു. ഒരു ആത്മീക അന്തരീക്ഷം നിറഞ്ഞു തുള്ളുന്ന വീട്, ദൈവശബ്ദം എപ്പോഴും കേൾക്കുന്ന ഒരു വീട്. അവിടെ ചെന്നെത്തിയപ്പോൾ അന്നത്തെ ലോകത്തിലെ പ്രശസ്തനായ ഒരു വലിയ ശ്രേഷ്ഠ പ്രവാചകൻ അഗബോസ് ആ വീട്ടിൽ വന്ന് കയറുന്നു. അഗബോസ് അവിടെ വീട്ടിൽ വന്ന് കയറുന്നു. അഗബോസ് വന്ന് തന്നിലൂടെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരിക്കുക. ആ ദൈവശക്തി ചില കാര്യങ്ങൾ അറിയിക്കാൻ താല്പര്യപ്പെടുന്നു. അവിടെ അഴിച്ചു വെച്ചിരിക്കുന്ന അരക്കച്ചയിൽ ഒരെണ്ണം എടുത്തു. എന്നിട്ട് പറഞ്ഞു, അത് അരയെ ചുറ്റിട്ട് പറഞ്ഞു, ഈ അരക്കച്ച ആരുടെയാണോ അയാളെ യെരുശലേമിൽ ബന്ധിക്കപ്പെടാൻ പോവുകയാണ്. അവർ ബന്ധനങ്ങളും കഷ്ടങ്ങളും അവന്റെ പിന്നാലെ ഉണ്ട് എന്ന വിവരം പറഞ്ഞു. അത് മറ്റാരുടെയും അല്ലായിരുന്നു അരക്കച്ച, പൗലോസിന്റെയാ. പൗലോസിന്റെ അരക്കച്ച എടുത്താണ് പ്രവചനം പറഞ്ഞത്. നീ യെരുശലേമിൽ ചെന്നാൽ ബന്ധിക്കപ്പെടും, നിന്റെ കയ്യിൽ വിലങ്ങു വീഴാൻ സാധ്യതയുണ്ട്. പ്രശ്നമൊക്കെ പറഞ്ഞപ്പോ കൂടെ വന്നവരൊക്കെ കൂടെ പറഞ്ഞു, പൗലോസിനോട് പറഞ്ഞു, പൗലോസേ നീ പോകണ്ട, അത് ശരിയല്ല, എന്തിനാ പോയി ബന്ധനത്തിൽ പോയി പെടാൻ പോകുന്നത്, ഈ വലിയ പ്രതിസന്ധി പോകണ്ടാന്ന്. അപ്പൊ പൗലോസ് പറയാണ്, ബന്ധിക്കപ്പെടാൻ മാത്രമല്ല കർത്താവിന് വേണ്ടി മരിപ്പാൻ വരെ ഞാൻ ഒരുങ്ങിയിരിക്കുകയാണ്. ഭയങ്കര ഉറച്ച തീരുമാനമാ, ഉറച്ച ശക്തിയിൽ പൗലോസ് പറയാ, ഞാൻ ഇതിനെക്കുറിച്ച് പേടിക്കുന്നില്ല, ബന്ധിക്കപ്പെടുക എന്നല്ല, എൻ്റെ തല പോയാലും കുഴപ്പമില്ല, ഞാൻ യെരുശലേമിലേക്ക് പോകുമെന്ന് പറഞ്ഞു. ഇത് കേൾക്കുമ്പോൾ നമുക്ക് വലിയ പ്രയാസം തോന്നും. ഒരു ദൂത് കേട്ടിട്ട് ആ ദൂതിനോട് പ്രതികരിക്കാതെ അതിനോട് എതിർത്ത് സംസാരിക്കുകയാണോ എന്നൊരു സംശയം വരും. അവിടെയാണ് വിജയം കിടക്കുന്നത്. മുന്നറിയിപ്പ് തരുന്നു, അത് പോകാതിരിക്കാൻ വേണ്ടിയല്ല.
നിനക്ക് വരാൻ പോകുന്ന കാര്യങ്ങളെ മുന്നറിയിക്കുന്നു. മനസ്സുകൊണ്ട് ഒരുക്കാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്. ചില ദൂതുകൾ പറയുന്നത് നിന്നെ തടയാൻ വേണ്ടിയല്ല, വരാൻ പോകുന്നത് വന്നിരിക്കും. എന്നാൽ നീ മനസ്സുകൊണ്ട് ഒരുങ്ങണം. ചില രോഗങ്ങൾ വരുമ്പോൾ നമ്മൾ പറയും എന്താ ഇങ്ങനെ വന്നതെന്ന് ചോദിക്കും. അതെന്തിനാ മുൻകൂട്ടി വന്ന കുറെ ദിവസങ്ങൾ നീണ്ടുപോകുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ മനസ്സുകൊണ്ട് അവരെ ഒരുക്കാനാ. ദീർഘനാൾ കിടക്കുന്ന രോഗികളെ കാണുമ്പോൾ പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, കർത്താവേ എന്തിനാ ഇങ്ങനെ ഇടുന്നതെന്ന്. എന്നാൽ ആ വീടിന് വരാൻ പോകുന്ന വലിയ ദുഃഖം പെട്ടെന്ന് വന്ന് ഭവിക്കാതെ എല്ലാവരും മനസ്സുകൊണ്ടൊന്ന് ഒരുങ്ങി കർത്താവെ വിളിച്ചാൽ കൊള്ളാന്ന് പറയുന്ന രീതിയിലേക്ക് ഒരു ഒരുക്കം എത്തിക്കാൻ തക്കവണ്ണം മുന്നറിയിക്കുന്ന ചില കാര്യങ്ങൾ. അങ്ങനെ ചില ദൂതുകള് നമ്മെ മുന്നൊരുക്കുകയാണ്. പക്ഷെ പൗലോസിനെ സംബന്ധിച്ച് പെട്ടെന്ന് ഒരുങ്ങി. ദൂത് കേൾക്കുമ്പോൾ അവൻ ക്ഷീണിച്ചില്ല, അതിനുവേണ്ടി അപ്പോഴേ ഒരുങ്ങി. ബന്ധുക്കോടെയാണ് ഓക്കെ എന്ന് പറഞ്ഞു ഒരുങ്ങി. അങ്ങനെ വന്നപ്പോൾ ഇവർ പലവട്ടം പറഞ്ഞു, കൂട്ടുകാരൊക്കെ പറഞ്ഞെങ്കിലും സ്നേഹിതന്മാർ പറഞ്ഞെങ്കിലും അവനെ സമ്മതിച്ചു കൂടായികയാൽ പൗലോസിനെ പറഞ്ഞ് സമ്മതിപ്പിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ വന്നപ്പോൾ അവർ പറഞ്ഞു, ഇനി നമ്മൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, കർത്താവിൻ്റെ ഇഷ്ടം നടക്കട്ടെ, ഞങ്ങളിനി ഒന്നും പറയില്ല, കർത്താവിൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞ് അവരൊരു തീരുമാനമെടുത്തു. മിണ്ടാതിരുന്നു. ഇനി ഞങ്ങളൊന്നും പറയുന്നില്ലെന്ന് പറഞ്ഞു. ഇവിടെയാണ് എനിക്കൊരു ദൂത് പറയാനുള്ളത്. ഇവിടെ പറഞ്ഞ ആ ദൂതിലേക്ക് ഞാൻ പ്രവേശിക്കാൻ പോവുകയാണ്. ഒന്നാമത് ഇവിടെ ഒരു വിഷയം പറയാൻ പറയുക, അവനെ സമ്മതിച്ചുകൂടായികയാൽ, അവനെ സമ്മതിപ്പിച്ചുകൂടായികയാൽ ചില ഭവനങ്ങളിൽ സംഭവിക്കുന്ന ഒരു കാര്യം പറയുക. ചില തലമുറയോട് പറയുന്ന കാര്യം അവരനുസരിക്കുന്നില്ല. ചില തലമുറയോട് പറയുന്ന കാര്യങ്ങളിൽ അവരെ അനുസരിക്കുന്നില്ല. അവരെ ഒതുക്കാൻ പറ്റുന്നില്ല, നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ കൺട്രോളിന് വിട്ട് തലമുറ പെരുമാറുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമം പലവട്ടം പറഞ്ഞു നോക്കി, ഒരു രക്ഷയില്ല. അവരോടൊരു ദൂത് പറയാൻ ആദ്യം തുടങ്ങുകയാണ്. മറ്റൊന്നുമല്ല, ഇനി നിങ്ങൾ അവരോട് ആ വിഷയം സംസാരിക്കരുത്. നിന്റെ തലമുറയെ ഇനി നിർബന്ധിച്ച് സംസാരിക്കണ്ട. അവന്റെ കാര്യത്തിൽ ദൈവ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുത്ത് ഇന്ന് പ്രാർത്ഥിച്ചോണം. ആദ്യത്തെ ദൂതാണ്. ചില വ്യക്തികളോട്, ചില കുടുംബത്തോടുള്ള ആദ്യത്തെ ദൂതാണ്. നിന്റെ തലമുറയുടെ വിഷയത്തിൽ നീ ഇനിയും സംസാരിച്ച് സമ്മതിപ്പിക്കാൻ ശ്രമിക്കണ്ട. അവൻ നിയന്ത്രിക്കപ്പെട്ട് അവൻ മുന്നോട്ട് പോകുന്ന വഴിയിൽ കർത്താവിന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞ് ഒന്ന് ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചാട്ടെ. ഓ ഹല്ലേലൂയ, ശ്രദ്ധിച്ചാട്ടെ, ഒന്ന് ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചാട്ടെ. അവന്റെ കാര്യത്തിൽ ദൈവ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞ് നിങ്ങൾ മൗനമായിരിക്കണം. ഒന്നും കൂടെ പറഞ്ഞാൽ ഞാൻ പറയാം, ഇനി ആ വിഷയം പറഞ്ഞ് നിങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കേണ്ട. നിന്റെ തലമുറയുടെ വിഷയം പറഞ്ഞുകൊണ്ട് ഇനി പ്രാർത്ഥന നിർത്തി നിങ്ങൾ ഇനി ചെയ്യേണ്ട കാര്യം മൗനമായിരിക്കുക. ഇനി അവനോടും പറയേണ്ട, ദൈവത്തോടും പറയേണ്ട, ഒറ്റ വാചകം പറഞ്ഞ് നിങ്ങളോട് വെച്ച് നിർത്തണം. കർത്താവിന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞ് അവിടെ നിർത്തണം. അപ്പൊ ഞാനിത് ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് സമ്മതമായി വരില്ല. പ്രാർത്ഥന നിർത്തണമെന്ന് ചോദിക്കുന്നത്, മിണ്ടാതിരിക്കണം എന്നൊക്കെ ചോദിക്കുന്നത്. ഞാൻ ഒരു വാക്യം കൂടെ വായിച്ച് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒന്നും കൊണ്ടുവരാം. വിലാപങ്ങളുടെ പുസ്തകം 3-ാമത്തെ അധ്യായം 26-ാമത്തെ വാക്യം. എന്തിനു വേണ്ടിയാണ് മിണ്ടാതിരിക്കേണ്ടത്? വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 26-ാമത്തെ വാക്യം. യഹോവയുടെ രക്ഷയ്ക്കായി മിണ്ടാതെ കാത്തിരിക്കുന്നത് നല്ലത്. മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കേണ്ട ഒരു വിശദീകരണം ആവശ്യമില്ല. മിണ്ടാതിരുന്നാൽ നമ്മൾ വലിയ ബുദ്ധിപദേശമൊന്നും ദൈവത്തോട് പറയാതെ ഇങ്ങനെ ചെയ്തു തരണം കർത്താവെ, അങ്ങനെ വേണമെന്നൊന്നും പറഞ്ഞ് ഡിമാൻഡുകളൊക്കെ പറയലൊക്കെ നിർത്തി നിങ്ങൾ ആ വിഷയം നിർത്തിയാൽ കർത്താവിൻ്റെ രക്ഷ നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങും. അതാ നല്ലത്. അപ്പോൾ ഒരു കാര്യമുണ്ട്, കർത്താവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കണം എന്നൊരു പദവും കൂടെ അവിടെ ഉണ്ട്. ഒരല്പസമയം എടുക്കും. ഈ പ്രാർത്ഥിച്ചിത്രം ദീർഘമായി പോയതിൻ്റെ പിന്നിൽ നിങ്ങൾ നിർത്തിക്കോ. പക്ഷെ കർത്താവിന്റെ രക്ഷ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണോ, നിങ്ങൾ സ്റ്റോപ്പ് ചെയ്താൽ അത് സ്റ്റാർട്ട് ചെയ്യും. ഞാനത് വിശദീകരിക്കുമ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായി മനസ്സിലാക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം, ഒന്ന് കാത്തിരിക്കുക കൂടെ വേണം. മിണ്ടാതിരിക്കണം, കാത്തിരിക്കണം. ഇനി പ്രാർത്ഥനയിൽ ചെയ്യേണ്ട കാര്യം ഇതാണ്, ഇനി അത് വിഷയം നിർത്തുക. തലമുറയോട് വേണ്ടിയുള്ള വിഷയത്തിൽ, നിന്റെ മകനോടുള്ള നിന്റെ വിഷയത്തിൽ ഇനി അവനോട് സംസാരിക്കേണ്ട, ദൈവത്തോടും പറയേണ്ട, ദൈവത്തിന്റെ ഇഷ്ടം നടക്കാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത്. ഒന്നും കൂടെ പറഞ്ഞാൽ ദൈവത്തിന്റെ ഇഷ്ടം എന്താ? ദൈവം നമ്മളെ ശിക്ഷയ്ക്കായിട്ട് ഏൽപ്പിക്കുകയല്ല. ദൈവത്തിന്റെ ഇഷ്ടം എന്താ? നിങ്ങൾ രക്ഷിക്കുക തന്നെ ചെയ്യുന്നത്. പ്രശ്നത്തിന് ഒരു വിടുതൽ തന്നെ തരും. അതിനുവേണ്ടി മിണ്ടാതെ കാത്തിരിക്കണം. ഒന്നും കൂടെ പറയാം, മിണ്ടാതെ കാത്തിരിക്കണം. ആരോടും പറയണ്ട, ഒന്ന് പ്രാർത്ഥിക്കണേ എന്നൊന്നും പറയണ്ടെന്ന്. അതിനി പറയണ്ട, വിഷയം വീട്ടിൽ പറയണ്ട, ഹൃദയത്തിൽ പറയണ്ട. പിന്നെ എന്ത് ചെയ്യണം? ഞാൻ ഒന്നും കൂടെ പറയാം. അതിനൊരു ഉത്തരം ഇയ്യോബിന്റെ പുസ്തകത്തിൽ കിടക്കുന്നുണ്ട്. ഇയ്യോബിന്റെ പുസ്തകത്തിൽ പറയുന്നത് 37-ാമത്തെ അധ്യായം
യോബിന്റെ പുസ്തകം 37 അധ്യായം അതിന്റെ 14 വാക്യം. യോബ് 37 വാക്യം. പിന്നെ എന്ത് ചെയ്യണം? മിണ്ടാതിരുന്ന പിന്നെ കാര്യം നടക്കൂ. മിണ്ടാതിരുന്ന ദൈവത്തിന്റെ അത്ഭുതങ്ങളെ ചിന്തിച്ചു കൊള്ളുക. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, മിണ്ടാതിരുന്ന ദൈവത്തിന്റെ അത്ഭുതങ്ങളെ ചിന്തിക്കുക. അതാ വേണ്ടത്. ഈ വിഷയത്തെക്കുറിച്ച് ഭാരപ്പെടുകയല്ല വേണ്ടത്. ഈ വിഷയം ഇനി എങ്ങനെയായി തീരും? ആരും ഒന്നും പ്രവർത്തിക്കുന്നില്ല, ഒരനക്കവും കാണുന്നില്ല. ചിലർ പറയുന്ന പോലെ കാറ്റും മേഘവും മഴയും ഒന്നും കാണുന്നില്ല. പിന്നെ കുഴികളെങ്ങനെ നിറയും? ചില കുഴികളുണ്ട്. സങ്കീർത്തനത്തിൽ പറയുന്ന കുഴികൾ രോഗങ്ങളെ കുറിച്ചുള്ള മറ്റൊരു പദമായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്, കുഴികൾ. എന്നാൽ ഞാൻ പറയട്ടെ, രോഗമാകട്ടെ, പ്രതിസന്ധിയുടെ കുഴിയാകട്ടെ, ഭാരത്തിന്റെ ആകട്ടെ, ക്ലേശത്തിന്റെ ആകട്ടെ, ഏത് വിധ കുഴിയാണെങ്കിലും ഇന്ന് പറയുകയാണ്, അവിടെ എങ്ങനെ നിറയുമെന്ന് ചോദിക്കുമ്പോൾ പറയേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ അതിനെക്കുറിച്ച് ഭാരപ്പെടാതെ മിണ്ടാതെ ഇരുന്ന് ദൈവത്തിന്റെ അത്ഭുതങ്ങളെ ചിന്തിച്ചു കൊള്ളണം. അപ്പോൾ പ്രാർത്ഥിച്ച് ഇനിയും നിലവിളിക്കുകയും കരയോ ഒന്നും വേണ്ട. അതൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞു, ഉപവസിച്ചു ഒക്കെ കഴിഞ്ഞു. ഇനി കർത്താവിന് പറയാനുള്ളത് അവിടെ വെച്ച് നിർത്തിക്കോ. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? മിണ്ടാതെ ഇരുന്ന് നിങ്ങൾ കുറച്ചു നേരം ദൈവം ശക്തനെന്നൊന്ന് ചിന്തിച്ചാൽ മതി. അവൻ പ്രവർത്തിപ്പാൻ ശക്തനെന്ന ഉറച്ച സാറയെ പോലെ അവൻ ശക്തനെന്ന് ഒന്ന് ഉറച്ച് അതിനെക്കുറിച്ച് ചിന്തിക്കുക. ദൈവത്തിന്റെ ശക്തിയെക്കുറിച്ച്, ദൈവത്തിന്റെ അത്ഭുതങ്ങളെക്കുറിച്ച്, അവന്റെ മഹത്വകരമായ കാര്യങ്ങളെക്കുറിച്ച്. ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ ധ്യാനിച്ച ദൈവത്തിന് ഒത്തിരി മഹത്വം കൊടുത്തോണ്ടിരിക്കുക. അത്ഭുതകരമായ രീതിയിൽ ഓരോ ദിവസം നടത്തുന്നതിനെ കുറിച്ചൊന്ന് ധ്യാനിച്ചാൽ കണ്ണു നിറഞ്ഞ് നമ്മൾ നിലവിളിക്കും. എൻ്റെ അനുഭവം പറയുന്നത് അങ്ങനെയാണ്. ഞാൻ പലപ്പോഴും നിലവിളിക്കുന്നതിന് വേണ്ടിയാണ്. പലപ്പോഴും ഞാൻ എൻ്റെ ഏകാന്ത സമയങ്ങളിൽ ഇത് ഹൃദയത്തിൽ വന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. കർത്താവേ, പലപ്പോഴും ഞാൻ ചിന്തിക്കുന്നു എൻ്റെ കാര്യമൊന്നും നടന്നില്ല, അങ്ങനെയായില്ല ഇങ്ങനെയായില്ല ചിന്തിക്കുമ്പോൾ തിരിച്ച് ഞാൻ ചിന്തിച്ചു തുടങ്ങും. എനിക്ക് വേണ്ടി ദൈവം ചെയ്ത മഹാത്മ്യങ്ങളെ കുറിച്ച് മാത്രം ചിന്തിക്കാൻ തുടങ്ങും. അപ്പോഴാണ് പൊട്ടിത്തെറിക്കുന്നത്, അയ്യോ ഞാൻ എന്നിട്ടും നന്ദിയില്ലാത്തവനായല്ലോ എന്ന് ഓർത്ത് ദുഃഖിച്ച് നിലവിളിക്കുന്ന, ഹൃദയം തകരുന്ന നിമിഷങ്ങൾ ദൈവസന്നിധിയിൽ വരും. അവിടെയാണ് വിജയം കിടക്കുന്നത്. തകർന്നു നുറുങ്ങിയ ഹൃദയങ്ങളെ ദൈവം പിന്നെ നിരസിക്കില്ല. അങ്ങ് വിട്ടുകൊടുക്കാൻ തോന്നും. അവിടെയാണ് നമുക്ക് വിട്ടുകൊടുക്കാൻ തോന്നുന്നത്. കർത്താവേ, ഞാൻ ഇനി ഒന്നും പറയുന്നില്ല എന്ന് പറയും. കർത്താവേ, നീ നടത്തിയത് മതി നാഥ, നീ ശക്തനാണ്. എന്നെ നടത്തുവാൻ നീ ശക്തനാണ്. എന്നെ നടത്തിയത് അങ്ങ് മാത്രമാണ്. എന്റെ കരമോ പ്രാപ്തിയോ കഴിവോ ഒന്നുമില്ല നാഥ. അതിനപ്പുറത്ത് എന്നെ നയിച്ച ദൈവശക്തി ഓർത്ത് ഞാൻ നന്ദിയോടെ സ്തുതിക്കുകയാണ്. ഓ ഹല്ലേലൂയ. ആ നന്ദി ഓർത്താൽ ഉള്ളം നിറഞ്ഞു കവിഞ്ഞ് കണ്ണുനീരോടെ നമ്മൾ ദൈവത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയുക തന്നെ ചെയ്യും. ഈ ദിവസങ്ങൾ അതിനു വേണ്ടി ദൈവമക്കളൊന്ന് ഒരുങ്ങിയാട്ടെ. ഈ പ്രാർത്ഥനാ വേളയിൽ, ഈ ഉപവാസ പ്രാർത്ഥനയുടെ 3-ാമത്തെ സെക്ഷനിൽ പരിശുദ്ധാത്മാവിന് പറയാനുള്ളത്, ഈ ഉപവാസ പ്രാർത്ഥന അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവശക്തിയുടെ ഒരു വ്യാപാരം തിരിച്ചറിയാൻ തക്കണം. ദൈവത്തിന്റെ അത്ഭുതങ്ങളെ കുറിച്ച്, ദൈവം നമുക്ക് വേണ്ടി ചെയ്ത നന്മകളെ കുറിച്ച്, ദൈവം ചെയ്ത ഉപകാരങ്ങളെ കുറിച്ച്, നടത്തിയ വിധങ്ങളെ കുറിച്ച് നടത്തിയിട്ടില്ലേ? ചിന്തിക്കാത്തത് കൊണ്ടാ. ഒന്ന് തിരിഞ്ഞു ചിന്തിച്ച്, ഇന്നലെ നടത്തിയത് എങ്ങനെയാണെന്ന് ചിന്തിച്ച്, ഇന്ന് ഈ നിമിഷം വരെ നടത്തിയതിൽ എത്ര അത്ഭുതങ്ങൾ കണ്ടു. ഞാൻ വിളിച്ചു പറയുന്നു, ഇന്നലെ രാത്രിയും ഞാൻ അത്ഭുതങ്ങളെ കണ്ടു. കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് കണ്ടു. ഒന്നും കൂടെ പറഞ്ഞ, പെരുവെള്ളത്തിൽ പാത ഒരുക്കുന്ന ചില അനുഭവങ്ങളാണ് ഞാൻ കണ്ടത്. എനിക്ക് വേണ്ടി ദൈവം ചെയ്തത്. വളരെ വലിയ പ്രതിസന്ധി മുന്നിൽ കണ്ടെടുത്ത് വഴി ഒരുക്കി തരുന്ന അത്ഭുതങ്ങളെയൊക്കെ കാണുവാനായിട്ട് കഴിഞ്ഞു. ഇതെല്ലാം ഓർത്താൽ ഹൃദയം നിറഞ്ഞ് കണ്ണുനീരൊഴുക്കാനേ കഴിയുള്ളൂ. ഞാൻ തുടർന്ന് ശുശ്രൂഷിക്കേണ്ടത് കൊണ്ടാണ് പൊട്ടിക്കരയാത്തത്. അല്ല, അതിനപ്പുറത്താണെങ്കിൽ കുറച്ചു നേരം എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കരഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. വചനം ധ്യാനിക്കുന്ന സമയത്ത് കണ്ണുനീരൊഴുക്കാനുള്ള അവസരങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ ദൈവസഭയിൽ നമുക്ക് ഒരുമിച്ച് കൂടിയിരുന്ന് ഒന്ന് കരയണം. കുറച്ചു നേരം കരയണം. എന്തിനു വേണ്ടിയാ? ദുഃഖിച്ച് കരയിലല്ല, അവന്റെ അത്ഭുതങ്ങളെ ധ്യാനിച്ച് നമ്മൾ കരയുന്ന ഒരു കരച്ചിലുണ്ട്. ഒന്നുകൂടെ പറഞ്ഞാൽ, നന്ദി ഹൃദയത്തിൽ നിറഞ്ഞു കവിഞ്ഞ് അവനോടുള്ള ആദരവും ബഹുമാനവും വർദ്ധിച്ച് അവന്റെ സന്നിധിയിൽ താഴെ വീണ് തകർന്ന് നിലവിളിക്കുന്ന ചില അനുഭവങ്ങളുണ്ട്. ആ വലിയ ഉടയപ്പെട്ട അനുഭവങ്ങൾ ദൈവം നമുക്ക് നൽകട്ടെ. സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, മറ്റൊരു കാര്യം കൂടെ നടക്കുന്നുണ്ട്. മിണ്ടാതിരിക്കുമ്പോൾ നടക്കുന്ന ഒരു കാര്യമാണ് കർത്താവിന്റെ ഇഷ്ടം നടക്കുന്നു. കർത്താവിന്റെ ഇഷ്ടം നടക്കുന്നതിന് വേണ്ടി നമ്മൾ മിണ്ടാതിരിക്കണം. 2, യഹോവയുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ മിണ്ടാതെ കാത്തിരിക്കണം. 3ാമത് പറഞ്ഞു,
ദൈവത്തിന്റെ അത്ഭുതങ്ങളെ ചിന്തിച്ചുകൊണ്ട് നമ്മൾ മിണ്ടാതിരിക്കണം. ഇനി പറയാനുള്ള സങ്കീർത്തനത്തിൽ നിന്ന് പറയട്ടെ. 46 സങ്കീർത്തനം 10 വാക്യം, 46:10. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. മിണ്ടാതിരിക്കുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞു, മിണ്ടാതിരിക്കുമ്പോൾ അത്ഭുതങ്ങളെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ഹൃദയം നന്ദി കൊണ്ട് നിറയുമെന്ന് പറഞ്ഞു. ഇവിടെ എനിക്ക് പറയാനുള്ളത്, മിണ്ടാതിരുന്ന് നമ്മൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളും എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഞാനൊരു 2-3 ചിന്തകൾ പറയാം. ഒന്ന്, എൻ്റെ കാര്യത്തിൽ പ്രവർത്തിക്കാൻ പോകുന്നത് ദൈവം എന്ന് പറഞ്ഞ സർവശക്തൻ എന്നർത്ഥം. എല്ലാറ്റിൻ്റെയും എല്ലാമായ സർവശക്തൻ. ആ സർവശക്തനാണ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതെന്ന് അറിയാൻ പറ്റും മിണ്ടാതിരുന്ന. ഇല്ലെങ്കിൽ നമ്മൾ മിണ്ടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവർ പ്രാർത്ഥിച്ചുകൊണ്ട് സംഭവിക്കുന്നതെന്നും, അവരെനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഇവർ വേണ്ടി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ആ ബന്ധനത്തെ ശാസിച്ച് അദ്ദേഹം വിട്ടപ്പോഴാ പോയെന്നൊക്കെ പറഞ്ഞ് നമ്മളെ പറഞ്ഞു കാത്തിരിക്കുക. നാം മിണ്ടാതിരുന്നാൽ ദൈവമാണ് പ്രവർത്തിക്കുന്നതെന്ന് തിരിച്ചറിയാൻ പറ്റും. രണ്ടാമതെന്ന് പറഞ്ഞാൽ നമ്മുടെ ദൈവം എന്ന് പറഞ്ഞാൽ വെറുതെ ദൈവമല്ല. ഭൂമിയിൽ ഒരു ദൈവത്തിനും ഇല്ലാത്തൊരു പേര് നമ്മുടെ ദൈവത്തിനുണ്ട്, പിതാവ്. ദൈവം എൻ്റെ പിതാവ്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്ന് വിളിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ ഒരു ദൈവവും ഈ ഉലകത്തിൽ പേരെടുത്തു വന്നിട്ടില്ല. നമ്മുടെ ദൈവത്തിന്റെ മാത്രം 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 നാമമാണ് പിതാവ്. അതൊന്ന് ചേർത്ത് പറയുമ്പോൾ ഓർക്കുക, ദൈവം എന്നറിയുമ്പോൾ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ദൈവം എൻ്റെ പിതാവാണെന്ന്. ദൈവം എൻ്റെ പിതാവാണ്. ഒരു മുസ്ലിം സഹോദരി ക്രിസ്ത്യാനിയായപ്പോൾ തൻ്റെ അനുഭവങ്ങൾ എഴുതിയ പുസ്തകത്തിന് ഇങ്ങനെയാണ്, ദൈവം എൻ്റെ പിതാവായപ്പോൾ എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. വായിക്കേണ്ട ഒരു പുസ്തകമാണ് അത്. വായിക്കുമ്പോൾ വളരെ അനുഭവത്തിൽ ആ സഹോദരി സ്വീകരിച്ച കാര്യം പറയാണ്, ദൈവം പിതാവായി മാറിയത് അനുഭവിച്ച ഒരു അനുഭവം എഴുതിയിരിക്കുന്നത്. ഞാൻ ആ സഹോദരിയുടെ പേര് പെട്ടെന്ന് ഓർക്കുന്നില്ല, ബിൽക്കുൽ ഷെയ്ഖ് എന്നോ അതെന്തോ ഒരു, ഞാൻ ആ പേര് മറന്നുപോയി. ഓർക്കുന്നവർക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം. ഇല്ലെങ്കിൽ വായിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ ഒന്ന് ഓർക്കുക, ദൈവം നമ്മുടെ പിതാവാണ്. അത് നമ്മളൊന്ന് അറിയാൻ പോകണം. ഇപ്പം നമ്മൾ അറിയുന്നില്ല. നമ്മൾ വിചാരിച്ചാൽ ഏതോ അന്യൻ എവിടെയോ ദൂരത്തിരിക്കുന്ന ആളാണ്. ഇനി ഒന്നും കൂടെ പറയാം നമ്മുടെ ദൈവത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. അത് മൂന്നാമത്തെ ഒരു പ്രത്യേകതയായിട്ട് പറയാം. ദൈവം പിതാവാണ്, സർവശക്തനാണ്. ഇനി അത് മാത്രമല്ല, നമ്മുടെ ഉള്ളിൽ വസിക്കുന്നവനാണ്. ദൈവത്തിൻ്റെ മന്ദിരം എന്നറിയത്തില്ലയോ? ദൈവം നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നുണ്ട്. എവിടെ ദൈവം എന്ന് ചോദിച്ചാൽ അന്വേഷിച്ച് നടക്കുന്നവരുണ്ട്. എൻ്റെ ഉള്ളിൽ വാസം ചെയ്യുന്നുണ്ട് എൻ്റെ ദൈവം. ഒന്നും കൂടെ പറഞ്ഞാൽ, ഞാൻ മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഒന്നുകൂടെ ഞാൻ വിശദീകരിക്കാം. മിണ്ടാതിരുന്ന ദൈവം എങ്ങനെ അറിയണമെന്ന് ചോദിച്ചത്, നിന്റെ മനസ്സിൽ ചോദിച്ചത്. നീ മിണ്ടാതിരിക്കുമ്പോൾ ദൈവം അറിയാതിരിക്കുന്നില്ല. നിന്റെ ഹൃദയത്തിലെ നിരൂപണങ്ങളൊക്കെയും ദൂരത്ത് നിന്നാൽ പോലും ഗ്രഹിക്കാൻ പറ്റും. ആ ദൈവം ഇപ്പോൾ എവിടെ ഇരിക്കുന്നത്? എൻ്റെ ഉള്ളിലായിരിക്കുന്നത്. എൻ്റെ മനസ്സിൻ്റെ അകത്ത് ചിന്താ മണ്ഡലത്തിൻ്റെ ഇടയ്ക്ക് ദൈവം ഇരിക്കുന്നുണ്ടെന്ന്. ഒന്നും കൂടെ പറഞ്ഞാൽ, തിരുസാന്നിധ്യത്തിൻ്റെ ഒരു അംശം, ഞാനിങ്ങനെ പറയാറുണ്ട്, ഒരു സ്പോട്ട് മതി എന്നാണ് പറയുന്നത്. ഞാൻ തിരുസാന്നിധ്യത്തിൻ്റെ ഒരു സ്പോട്ട് എൻ്റെ ചിന്തയുടെ നടുക്ക് വന്നിരുന്നാൽ മതി. ഞാൻ പ്രാർത്ഥിക്കുക പോലും വേണ്ട. നമ്മുടെ ആവശ്യങ്ങൾ അവൻ മുമ്പേ അറിയുന്നുണ്ട്. പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ അതെങ്ങനെ അറിയുന്നത്? നമ്മുടെ നിരൂപണങ്ങൾ അറിയുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം ഹൃദയത്തിലുണ്ട്. അവിടെയാണ് പറഞ്ഞത്, മിണ്ടാതിരുന്നാൽ ഒന്നും നമുക്ക് ദോഷം വരികയില്ല, പകരം ദൈവത്തിൻ്റെ രക്ഷ വർക്കുകയും. കർത്താവ് ഇത് അറിയുന്നുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ അത് കനീഭവിച്ച് കിടക്കുകയാണ്, ഒരു കട്ട പിടിച്ച് കിടക്കുകയാണ്, ദുഃഖം, ആ ഭാരം. നമ്മൾ മിണ്ടുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് റീഡ് ചെയ്യുന്ന, അത് വായിക്കുന്ന, അത് നന്നായി ഗ്രഹിക്കുന്ന എൻ്റെ ദൈവത്തിൻ്റെ ശക്തി മൗനമായിരിക്കുകയില്ല, അവൻ പ്രവർത്തിക്കുന്നതിലേക്കും. അവസാനം ഞാൻ ആ പ്രവചന ദൂത് ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ അത് ശക്തിയായി പ്രകമ്പനം കൊള്ളുമെന്ന് ഞാൻ പൂർണ്ണമായി പ്രതീക്ഷിക്കുകയാണ്. ഇന്ന് പരിശുദ്ധാത്മാവിന് നമ്മുടെ ഇടയിൽ ചില ക്രിയകൾ ചെയ്യാനുണ്ട്. കാരണം എന്താ? അപ്പോൾ നമ്മൾ പറയും, പാസ്റ്ററെ വിചാരിച്ച പോലെ ഒന്നല്ല, ഒരു കാര്യവും നടക്കുന്നില്ല. പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയെന്നല്ലാതെ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ നടന്നു എന്നല്ലാതെ, ഇപ്പം പറയുന്ന ചില ഗൗരവമുള്ള വിഷയങ്ങൾ കർത്താവ് കേൾക്കുന്നേ ഇല്ല എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ സ്ഥിരം കേൾക്കുന്ന ഒരു വാചകമുണ്ട്. സങ്കീർത്തനത്തിൽ തന്നെ 37 സങ്കീർത്തനം അതിന് 4 വാക്യം നമുക്ക് വളരെ പരിചയമുള്ള ഒരു വാക്യമാണ്. യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. നിനക്ക് തന്നെ കിട്ടുന്ന പറഞ്ഞ്, യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ നിനക്ക് തരും. എന്നിട്ട് നമ്മൾ പറയും,
എൻ്റെ രസം ചിലതൊക്കെ ഒന്ന് മാറിപ്പോയതുകൊണ്ടാണ് കിട്ടാത്ത. യഹോവയിൽ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, ബൈബിൾ വായനയും പ്രാർത്ഥനയായിരുന്നു എൻ്റെ ഇൻട്രസ്റ്റ്. ഇപ്പോൾ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും റീൽസും യൂട്യൂബും ഒക്കെ വന്നപ്പോൾ അതിലേക്ക് എൻ്റെ ഇൻട്രസ്റ്റ് വന്ന് സമയം മുഴുവൻ അവിടെ ചിലവഴിക്കുക എന്ന് പറയുന്ന ചിലരുണ്ട്. അതുകൊണ്ട് ഹൃദയത്തിൽ ആഗ്രഹം സാധിക്കാത്തത്. ഞാൻ പറയട്ടെ, അവിടെ കൊണ്ട് നിർത്തിയത് നമ്മുടെ പ്രശ്നം. അവിടെ കൊണ്ട് നിർത്തരുത്. ഈ ഹൃദയത്തിൽ ആഗ്രഹം സാധിക്കണമെങ്കിൽ നടക്കേണ്ട ചില കാര്യങ്ങൾ അതിൻ്റെ താഴെ 7-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. 7-ാം വാക്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. യഹോവയുടെ മുമ്പാകെ മിണ്ടാതെ ഇരുന്ന് അവനായി പ്രത്യാശിക്കുക. നമുക്ക് പറ്റിയൊരു പരാജയം പറയുക. ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ നിനക്ക് തരുന്ന കേട്ടപ്പോൾ ഈ വാക്യം പറഞ്ഞുകൊണ്ട് ഹൃദയത്തിലെ ആഗ്രഹം ദിവസം പറഞ്ഞുകൊണ്ടിരിക്കുക. കർത്താവേ, എൻ്റെ മകളെ കർത്താവെ അനുഗ്രഹിക്കണേ, എൻ്റെ മകനെ കർത്താവെ ഉന്നതനാക്കണമേ, ശ്രേഷ്ഠനാക്കണേ. അവനെക്കുറിച്ചുള്ള നമ്മുടെ മോഹങ്ങളും ആഗ്രഹങ്ങളും അങ്ങ് പറഞ്ഞ് 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 നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് സാധിച്ചു കിട്ടും. പക്ഷെ ഒരു കാര്യം നീ ചെയ്യണം. നീ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കരുത്. യഹോവയുടെ മുമ്പാകെ പറച്ചിൽ നിർത്താനാ പറഞ്ഞത്. മിണ്ടാതെ അവനായി പ്രത്യാശിക്കുക. യഹോവയുടെ മുമ്പാകെ മിണ്ടാതെ അവനായി പ്രത്യാശിക്കുക. പക്ഷെ ആ സമയത്ത് നമുക്ക് വേറൊരു പ്രശ്നം കൂടെ തട്ട് താഴ്ത്തുക പറയുന്നുണ്ട്. കാര്യസാധ്യം പ്രാപിക്കുന്നവനെയും ദുരുപയോഗം പ്രയോഗിക്കുന്നതിനെ കുറിച്ച് നീ മുഷിയരുത്. നമുക്ക് വേറൊരു പ്രശ്നമുണ്ട്. മിണ്ടാതിരുന്നാലും നമുക്ക് വേറൊരു പ്രശ്നമുണ്ട്. മറ്റുള്ളവരുടെ കാര്യത്തിൽ കയറി പിടിക്കും. അവരുടെ കാര്യമൊക്കെ നടക്കണ്ടല്ലോ. ആ കൂട്ടായ്മയിൽ പോയത് അപ്പോഴേ കാര്യമൊക്കെ സാധിച്ചവരാ. അവർ ദുരുപായം പ്രയോഗിച്ചതു പല കാര്യങ്ങളും സാധിക്കുന്നു. നമ്മൾ ചിന്തിക്കേണ്ട എൻ്റെ അപ്പുറത്തുള്ള കാര്യം അവരെ വീട്ടിൽ നടക്കുക. എൻ്റെ തലമുറയ്ക്കൊന്നും കിട്ടുന്നില്ല. അവരുടെ തലമുറയുടെ ഇങ്ങനെ ദൈവം വെച്ചടി കയറ്റം കൊടുത്ത പോലെ നടക്കുക. ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് അറിയോ? ഹൃദയത്തിൽ ആഗ്രഹം കൊണ്ട് നടക്കുന്നുണ്ട്, മുഷിയും ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും നമ്മൾ നടത്തുന്നുണ്ട്. ഇടയ്ക്കുള്ള കാര്യം നമ്മൾ വിട്ടുപോയി. ഇതാണ് വന്ന പരാജയം. കർത്താവിൻ്റെ ദൂത് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടുന്ന, ഹൃദയത്തോട് സംസാരിക്കുന്ന കാര്യം ഇതാണ്. യഹോവയുടെ മുമ്പാകെ മിണ്ടാതെ ഇരുന്ന് അവനായി പ്രത്യാശിക്കുക. കാര്യമൊക്കെ നടക്കാൻ പോവുക. നിന്റെ ഹൃദയത്തിലെ കാര്യം അവൻ സാധിപ്പിച്ചു തരും. നിന്റെ ജീവൻ ഒടുങ്ങുന്നതിന് മുമ്പ് ആഗ്രഹങ്ങളെ സാധിപ്പിക്കാൻ ദൈവം വിശ്വസ്തനാ. പക്ഷെ നീ പ്രത്യാശ വെക്കണം. പ്രത്യാശ കൈവിടരുത്. നീ ഇങ്ങനെ മുഷിഞ്ഞ് അതെല്ലാം വിട്ടുകളഞ്ഞ് നിൽക്കരുത്. പകരം ദൈവശല്യമൊന്നും മിണ്ടാതിരുന്നേ. ഇനി അതിനെക്കുറിച്ച് പറയുകയും വേണ്ട, ചിന്തിക്കുകയും വേണ്ട, പ്രാർത്ഥിക്കുകയും വേണ്ട. ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. അവിടെയാണ് വിജയം കിടക്കുന്നത്. ഞാൻ ഇനി നേരത്തെ വാക്യം ഒന്നും കൂടെ വായിക്കാൻ പോവുകയാണ്. ഏതാണെന്നറിയോ? വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിക്കാൻ പോവുക. യഹോവയുടെ രക്ഷയ്ക്കായി മിണ്ടാതെ കാത്തിരിക്കുന്നത് നല്ലത്. ഒന്ന് പറഞ്ഞ് നല്ലത്. നല്ലത് ഇതാ. മനസ്സിലായോ? ഏറ്റവും നല്ലത് എന്താ? ഉപവാസ പ്രാർത്ഥനയെക്കാളും, ഇനി ഒന്നുകൂടെ പറയാം, കണ്ണുനീരൊഴുക്കിയുള്ള പ്രാർത്ഥനയെക്കാളും. ഞാൻ ഇനി പറയുന്നത് നിങ്ങൾക്ക് വിഷമം വരുമെന്ന് അറിഞ്ഞൂടാ. നിങ്ങൾ പിണങ്ങിയാലും വേണ്ടില്ല, ഞാൻ പറയാം. സഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥനയെക്കാളും വ്യക്തിപരമായി നീ മിണ്ടാതിരിക്കുന്നത്, അവന് വേണ്ടി കാത്തിരിക്കുന്നതാണ് നിന്റെ വിഷയത്തിൽ ഏറ്റവും നല്ലതെന്ന് പരിശുദ്ധാത്മാവ് എന്ന് വ്യക്തമായി സംസാരിക്കുക. അത് വ്യക്തമാക്കാൻ വേണ്ടി എൻ്റെ 25-ാം വാക്യം ഒന്ന്, എൻ്റെ മുന്നിലത്തെ വാക്യം കൂടെ ഒന്ന് വായിക്കാൻ പോവുകയാണ്. തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ അന്വേഷിക്കുന്നതിനും യഹോവ നല്ലവൻ. അവിടെ പറയുന്നുണ്ടോ വിലാപങ്ങളുടെ പുസ്തകത്തിൽ? നമ്മൾ ഒന്നുകൂടെ ശ്രദ്ധിച്ച് ചോദിക്കുക. തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ അന്വേഷിക്കുന്നവർക്കും ഒന്നും കൂടെ എടുത്ത് പറയാ, യഹോവ നല്ലവനാണ്. നമ്മൾ ദോഷമൊന്നും പറയണ്ട. ദൈവം നല്ലവനാണ്, ദൈവം നല്ലവനാണ്, ദൈവം നല്ലവനാണ്. നല്ലവൻ 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 നല്ലവൻ. ഞാൻ പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ആവർത്തിച്ച് പറയും, കർത്താവ് നല്ലവനാ, കർത്താവ് നല്ലവനാണെന്ന്. അവൻ നല്ലവനായി വാക്ക് മാറാത്തവനായി നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ സാധിപ്പിച്ചു തരും. ഇനി ഒരു 2-3 ഉദാഹരണം കൂടെ പറഞ്ഞാൽ ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കും. ഒരു 3-4 ഉദാഹരണം പറഞ്ഞ് നിർത്താൻ പറ്റുമായിരിക്കും. അത്രയും ഞാൻ പറയുന്നുള്ളൂ. ഒരു 3-4 ഉദാഹരണമെങ്കിലും പറഞ്ഞ് നിങ്ങളുടെ മനസ്സ് പരമാർത്ഥകരമായ ഹൃദയത്തെ ഒന്ന് ഓർപ്പിച്ചുണർത്തി ദൂത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാനായിട്ട് താല്പര്യപ്പെടുകയാണ്. പ്രാർത്ഥനയോടെ വീണ്ടും ശ്രദ്ധയോടെ ഏകാഗ്രതയോടെ ഇരുന്നോട്ടെ. ദീർഘനേരത്തെ പ്രസംഗമാകുമ്പോൾ ഏകാഗ്രത നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. അതിനുവേണ്ടി അല്പനേരം സ്തോത്രം പറഞ്ഞെന്ന് ഏകാഗ്രതയോടെ ഇരിക്കുക. ആരും മങ്ങിയും ഇരിക്കാതെ സന്തോഷത്തോടെ ദൈവത്തിനൊന്ന് സ്തുതിച്ചുകൊണ്ടിരുന്നാട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. വായിക്കാൻ രൂത്തിന്റെ പുസ്തകം 3-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യം. രൂത്തിന്റെ പുസ്തകം 3-ാമത്തെ അധ്യായം 3:18. അതിനെ അവൾ, എൻ്റെ മകളെ, ഈ കാര്യം എന്താകുമെന്ന് അറിയുവോളം നീ അനങ്ങാതിരിക്കുക. ഇന്ന് ഈ കാര്യം തീർക്കും വരെ അയാൾ സ്വസ്ഥമായിരിക്കുകയില്ല എന്ന് പറഞ്ഞു. മഹ്ലോന്റെ ഭാര്യ രൂത്ത്
മഹളോൻ മരിച്ചുപോയി, വിധവയായി തീർന്നു. നവോമിയോട് കെട്ടിപ്പിടിച്ച് വിരിഞ്ഞ് പോകേണ്ടതിന് പകരം അവൾ പറഞ്ഞു, നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം എന്ന് പറഞ്ഞിട്ട് അമ്മായിമ്മയുടെ കൂടെ രൂത്ത് ഇങ്ങ് പോന്നു. തിരിച്ചിങ്ങ് പോന്നു, ബെത്ലഹേമിലേക്ക് തിരിച്ചിങ്ങ് പോന്നു. ഇവിടെ വന്നപ്പോഴാണ് കാര്യം മനസ്സിലായത്, ഒന്നുമില്ല. പിന്നെ ഒരു വഴി അവൾ കണ്ടു, പെറുക്കി തിന്നാൻ തീരുമാനിച്ചു. കാലാവെറുക്കി ജീവിക്കാനായി പോയി പെറുക്കാൻ തുടങ്ങി. പിന്നെ നമ്മൾ കാണുന്ന അനുഭവങ്ങൾക്ക് വീണ്ടും ഒരു മാറ്റമുണ്ട്. പെറുക്കി തിന്നവർക്ക് വലിച്ചിട്ട് കൊടുക്കുന്ന അനുഭവങ്ങൾ കിട്ടാൻ തുടങ്ങി. അനുഭവങ്ങളിലൊരു മാറ്റം കണ്ടപ്പോൾ അത്ഭുതം കാണുക, വലിച്ചിട്ട് കിട്ടാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ ഈ ബോവസിന്റെ വയലിലാണ് ചെന്നുപെട്ടത്. ഭാഗ്യവശാൽ ബോവസിന്റെ വയലിൽ ചെന്നുപെട്ടത് കൊണ്ട് ബോവസിന്റെ വയലിൽ നിന്ന് ഒരു അനുഭവം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക. അമ്മായിമ്മയോട് വന്ന് നവോമിയോട് വന്ന് കാര്യങ്ങൾ പറഞ്ഞു. നവോമിയോട് വന്ന് കാര്യം പറഞ്ഞപ്പോൾ നവോമി പറഞ്ഞു, അവനാ നമ്മുടെ വീണ്ടെടുപ്പുകാരൻ, ബോവസാണ് ശരിക്കും വീണ്ടെടുപ്പുകാരൻ. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം, ഇന്ന് ആ കൊയ്ത്തിന്റെ ഉത്സവം നടക്കുന്ന ദിവസമാണ്. അവൻ കുടിച്ച് സന്തോഷിച്ച് കിടന്നുറങ്ങുന്ന സമയത്ത് നീയും ചെന്ന് അവന്റെ പുതപ്പ് നീക്കി അവന്റെ കാൽക്കൽ ചെന്ന് കിടക്കുക. ഇതൊക്കെ വായിച്ചാൽ നമുക്ക് എന്താണെന്ന് മനസ്സിലാകില്ല. അവിടുത്തെ ഒരു സിറ്റുവേഷനാണത്. കാൽക്കൽ ചെന്ന് പുതപ്പിന്റെ ഇടയിൽ ചെന്ന് കിടക്കുന്നത്, പുതപ്പ് മേത്ത് വിരിക്കുന്നതൊക്കെ പ്രത്യേകമായ ദർശനങ്ങളും പ്രത്യേകമായ ചില കാര്യങ്ങളുമാണ് അവിടുത്തെ സംഭവങ്ങൾ. അത് പലതും നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാകുന്നില്ല. ചെരുപ്പ് ഊരി കൊടുക്കുന്ന കാര്യമൊക്കെ അവിടെ ഉണ്ട്. ഇന്ന് നടക്കുന്ന സമ്പ്രദായമല്ല, അന്ന് ആ നാട്ടിൽ നടന്നിരുന്ന ഒരു സമ്പ്രദായമാണ്. അവൾ പറഞ്ഞു കൊടുത്തു. പറഞ്ഞതുപോലെ തന്നെ അവൾ ചെന്ന് കിടക്കുന്നു. അവിടെ നമുക്ക് കാണാനിടയുന്നത് പെറുക്കി കിട്ടിയിരുന്ന, വലിച്ചിട്ട് കിട്ടിയിരുന്ന അനുഭവം ഒന്നും കൂടെ മാറി അളന്ന് കിട്ടുന്ന അനുഭവമായി മാറി. ആ സന്ദർഭം വന്നപ്പോഴാണ് അമ്മായിമ്മ പറയുന്നത്, ഇനി ഈ കാര്യം എന്താകുമെന്ന് അറിയോളം നീ ഇനി ഒന്നും ചെയ്യണ്ട, നീ ഇനി അനങ്ങാതിരിക്കുക. എൻ്റെ മകളെ, ഈ കാര്യം എന്താകുമെന്ന് അറിയോളം നീ അനങ്ങാതിരിക്കുക, ഇനി അതിനു വേണ്ടി പ്രവർത്തിക്കണ്ട എന്ന് പറഞ്ഞ മനസ്സിലായോ? നിന്റെ പ്രാർത്ഥനാ വിഷയത്തിന്റെ മധ്യത്തിൽ ചില ചലനങ്ങൾ നീ കണ്ടിട്ടുണ്ട്, ചില നല്ല അനുഭവങ്ങൾ, ചില പ്രോഗ്രസ് കണ്ട ചില വ്യക്തിഗതങ്ങൾ ഇതിനകത്തുണ്ട്. ചില പ്രോഗ്രസ് കണ്ട വ്യക്തിഗതങ്ങളുണ്ട്. അവരോടും പറയാനുള്ള ദൂത്, ഇനി നീ അനങ്ങണ്ട. അവിടെ പ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞു. വീണ്ടെടുപ്പിന്റെ ശുശ്രൂഷ ആരംഭിച്ചു കഴിഞ്ഞു. ഒന്നും കൂടെ പറഞ്ഞാൽ വിടുതലിന്റെ ശുശ്രൂഷ ആരംഭിച്ചു കഴിഞ്ഞു. വിടുതലിന്റെ, വീണ്ടെടുപ്പിന്റെ ഒരു ശുശ്രൂഷ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞാൽ ദൈവ പ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ നീ ഇനി അനങ്ങാതിരിക്കുക. ഇനി ഒരു കാര്യം കൂടെ പറയാനുണ്ട്. അതിലത്തെ ഒരു പദം കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. ഇന്ന് ഈ കാര്യം തീർക്കും വരെ ഒന്ന് ആമേൻ പറയാമോ? വിശ്വാസത്തോടെ ഒന്ന് ആമേൻ പറയാമോ? അവരോടുള്ള ദൂതാണ്, ഇന്ന് നിന്റെ വിഷയത്തിന് ഒരു പരിഹാരം വരും. വിശ്വാസത്തോടെ പറഞ്ഞാട്ടെ, ഇന്ന് എന്റെ കാര്യത്തിന് ഒരു തീർപ്പ് സംഭവിക്കാൻ പോവുക. ഉണരെ ഉണരെ ഉണരെ, ആമേൻ പറഞ്ഞ് ശക്തിപ്പെട്. നിന്റെ കാര്യത്തിന് ഇന്ന് കാര്യം തീർക്കപ്പെടും. ഓ ഹല്ലേലൂയ. കരഞ്ഞുകൊണ്ടിരുന്ന, ഉത്തരവില്ലെന്ന് പറഞ്ഞുകൊണ്ട് നിരാശപ്പെട്ട് മടുപ്പ് വന്ന ജീവിതത്തോട്, വ്യക്തിഗതത്തോട് ദൈവത്തിന്റെ ദൂത, നീ ഒരു കാര്യം ചിന്തിച്ച് മനസ്സിലാക്കുക. നിന്റെ കാര്യത്തിന് വേണ്ടി ദൈവപ്രവൃത്തിയുടെ ചലനം നീ ഒന്ന് തിരിച്ചറിയുക. അത് നീ തിരിച്ചറിഞ്ഞാൽ ഇനി നീ അനങ്ങാതിരുന്നാൽ മതി. ഇനി നീ അതിനുവേണ്ടി ഉപവസിക്കേണ്ടെന്ന് അവന്റെ രക്ഷയ്ക്കായി കാത്തിരിക്കുക. ഒന്നുകൂടെ പറഞ്ഞാൽ അവന്റെ വീണ്ടെടുപ്പിനായി, അവന്റെ വിടുതലിനായി നീ കാത്തിരിക്കുക. ഇന്ന് ഈ കാര്യം തീർക്കും വരെ. അവിടെ അയാൾ സ്വസ്ഥമായിരിക്കില്ല എന്ന് പറഞ്ഞിടത്ത് പദം എങ്ങനെയാണ്? വീണ്ടെടുപ്പുകാരൻ സ്വസ്ഥമായിരിക്കില്ല. ഒന്നും കൂടെ പറയാം, നമ്മുടെ വീണ്ടെടുപ്പുകാരൻ, അല്ലെങ്കിൽ ഒന്നുകൂടെ നമ്മുടെ പഴയ അപ്പച്ചന്മാരുടെ ഭാഷ പറഞ്ഞ നല്ല ബോവസാകുന്ന കർത്താവ്, ഒന്നുകൂടെ പറഞ്ഞ നമ്മുടെ വീണ്ടെടുപ്പുകാരൻ എൻ്റെ യേശു ക്രിസ്തു. നിന്റെ ഈ വിഷയത്തിന്റെ മധ്യത്തിൽ ഇനി സ്വസ്ഥമായിരിക്കില്ല. വീണ്ടെടുപ്പ് നടക്കുന്നത് വരെ അവന്റെ കരം ചലിച്ചുകൊണ്ടിരിക്കും. അവിടെ ബോസ് പറയുന്നുണ്ട്, ഒരു തടസ്സമുണ്ട്, ഞാനല്ല ഫസ്റ്റ് വീണ്ടെടുപ്പുകാരൻ, എൻ്റെ മുന്നിൽ വേറൊരു തടസ്സം നിൽക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ആ വിഷയത്തിന് പരിഹാരം വന്നാൽ ഞാൻ നിന്നെ വീണ്ടെടുത്തോളാം എന്ന് പറഞ്ഞു. പക്ഷേ അവൻ അടങ്ങിയിരുന്നില്ല. അടുത്ത ദിവസം തന്നെ പട്ടണവാതിക്കൽ നേരം വെളുത്തപ്പോൾ തന്നെ അവിടെ ദൈവപ്രവൃത്തി ആരംഭിച്ചു. വീണ്ടെടുപ്പുകാരൻ അവിടെ പ്രവൃത്തി ആരംഭിച്ചു. 10 പേരെ പട്ടണത്തിലെ ആൾക്കാരെ കൊണ്ടുവന്നിരുത്തി. അവരുടെ മധ്യത്തിൽ അവൻ നടന്നു പോകുമ്പോൾ അവനെ പിടിച്ചു നിർത്തി. നീയാണ് ഒന്നാമത്തെ വീണ്ടെടുപ്പുകാരനായി വരേണ്ടവൻ. നിനക്ക് അവളുടെ മഹളോന്റെ സ്ഥലം മുഴുവൻ വീണ്ടെടുക്കാൻ പറ്റുമോ?
അവൻ പറഞ്ഞു ഞാൻ മേടിച്ചോളാം, എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു അത് മാത്രം പോരാ, മഹ്ലോന്റെ ഭാര്യ രൂത്ത് ഇവിടെ ഉണ്ട്, അവളെയും കൂടെ നീ വീണ്ടെടുക്കണം. അതെനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് അവൻ ചെരുപ്പ് ഊരി കൊടുക്കുന്നത്. അന്നത്തെ ചടങ്ങനുസരിച്ച് പറ്റില്ലെങ്കിൽ മറ്റവന് അവകാശം കൊടുക്കുന്നതിന് തെളിവാണ് എൻ്റെ കാലിൽ നിന്ന് ചെരുപ്പ് ഊരി കൊടുക്കുന്ന അടുത്ത അന്നത്തെ ഒരു സമ്പ്രദായം അവിടെ നടപ്പാകുകയാണ്. ചെരുപ്പ് ഏറ്റുവാങ്ങി അവിടെ വെച്ച് മൂപ്പന്മാരുടെ മധ്യേ സാക്ഷ്യം പറഞ്ഞ് അവിടെ വെച്ചൊരു കല്യാണം നടക്കുന്നുണ്ട്. പട്ടണവാതിക്കലുള്ളവർ സാക്ഷികളായിരിക്കുന്ന ഒരു വിവാഹം അവിടെ നടക്കുകയാണ്. ഒന്ന് ഓർത്തു നോക്കി. ഇനി അനങ്ങണ്ട, ഇനി നീ അനങ്ങണ്ട. ചില ചലനങ്ങൾ വന്നിട്ടില്ലേ? ഈ ചലനം നിന്റെ വീണ്ടെടുപ്പിന് വേണ്ടിയാ. നിന്റെ പ്രശ്നത്തിന് പരിഹാരം വരുത്തുന്ന, വിവാഹ തടസ്സങ്ങളെ മാറ്റുന്ന, അല്ലെങ്കിൽ വീണ്ടെടുപ്പിന് തടസ്സമായി നിൽക്കുന്ന വിഷയത്തിന് പരിഹാരം വരുന്നത് നീ കാണുക. അവൻ ഇനി സ്വസ്ഥമായിരിക്കില്ല. നീ ഇങ്ങനെ അസ്വസ്ഥയായിട്ടിരിക്കേണ്ട കാര്യമില്ല. നീ അസ്വസ്ഥനായിട്ടിരിക്കേണ്ട കാര്യത്തില്ല. ആ വിഷയത്തിന്റെ മധ്യത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി വരുന്നത് തിരിച്ചറിയുന്ന ദൈവമക്കൾ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിയാട്ടെ. അങ്ങനെയാണെങ്കിൽ വീണ്ടും ദൈവത്തിന്റെ ദൂത് നമ്മളോട് പറയുന്നത് എന്താകുമെന്നറിയുവോളം, ഇതിനൊരു റിസൾട്ട് ഉണ്ടാകുന്നത് അറിയുവോളം ഇനി നീ എവിടേക്കും പോകണ്ട, വയലിൽ പോകേണ്ട കാര്യമില്ല, പുതപ്പന്വേഷിക്കേണ്ട കാര്യമില്ല, എവിടെ നീ പോകണ്ട, ഒരു കാൽക്കലും കിടക്കണ്ട. അവൻ നിന്റെ വീണ്ടെടുപ്പുകാരനായി പെറുക്കി തിന്നെടുത്ത്, ഹല്ലേലൂയ, വലിച്ചിട്ട് കിട്ടിയെടുത്ത്, അളന്ന് കിട്ടിയെടുത്ത് നീ ഉടമസ്ഥനാക്കാൻ പോകുന്ന, എന്ന് പറഞ്ഞാൽ അതിന്റെ പരിപൂർണതയിലെത്തിക്കുന്ന ഒരു ദിവസം ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ്. ഇന്ന് എന്ന് പറയുന്നത് നമ്മുടെയല്ല, ഇന്ന് എന്ന് പറയുന്നത് ദൈവത്തിന്റെ ദിവസമാണ്. ഇന്ന് യഹോവ ഉണ്ടാക്കിയ ദിവസം. ഇന്ന് നാം സന്തോഷിച്ചായിരിക്കുക. ഇന്ന് എന്ന് പറയുന്ന പദം അത് ദൈവത്തിൻ്റെതാണ്. ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദിവസമാണ്. വിശ്വാസത്തോടെ ശക്തിയോടെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് സ്തോത്രം ചെയ്ത് ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. അടുത്ത രണ്ടാമത്തെ ഉദാഹരണം പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോകാം. ഉൽപ്പത്തി പുസ്തകം 24-ാമത്തെ അധ്യായം 21-ാമത്തെ വാക്യം. ഉൽപ്പത്തി പുസ്തകം 24-ന്റെ 21-ാമത്തെ വാക്യം ഞാൻ തന്നെ വായിക്കുന്നു. ആ പുരുഷൻ അവളെ ഉറ്റുനോക്കി, യഹോവ തന്റെ യാത്രയെ സഫലമാക്കിയോ ഇല്ലയോ എന്ന് അറിയേണ്ടതിന് മിണ്ടാതെയിരുന്നു. സന്ദർഭം വിവരിക്കാതെ തന്നെ ഒരുപക്ഷെ നമുക്കറിയാം, എങ്കിലും ഒരു ശ്രദ്ധയെ കൊണ്ടുവരാൻ വേണ്ടി 1-2 വാചകങ്ങൾ പറഞ്ഞോട്ടെ. അബ്രഹാം തന്റെ വാർദ്ധക്യത്തിൽ ജനിച്ച മകനായ ഇസഹാക്കിന് വേണ്ടി ഒരു വിവാഹം നടത്തണമെന്ന് ആഗ്രഹിച്ചു. ഞാനിങ്ങനെ വായിച്ചപ്പോൾ അത്ഭുതത്തോട് നോക്കിയിട്ട് 40 വയസ്സായ ചെക്കൻ. അപ്പോഴാണ് അപ്പൻ ആലോചിക്കുന്നത് ചെക്കനൊരു കല്യാണം കഴിക്കേണ്ടത്. ചില അപ്പന്മാരങ്ങനെയാ, മക്കളുടെ കാര്യത്തിൽ സമയത്തിന് ഇടപെട്ടില്ല എന്ന് തോന്നുക. എന്നാൽ എല്ലാം ദൈവത്തിന്റെ ഒരു ഹിതമാണെന്ന് തിരിച്ചറിയുക, ദൈവഹിതമാണെന്ന് തിരിച്ചറിയുക. അപ്പോ അബ്രഹാമിനൊരു തീരുമാനം ഉണ്ടായിരുന്നു, അന്യജാതിക്കാരിൽ നിന്ന് മക്കളെ കൊണ്ടുവരേണ്ട വീട്ടിലേക്ക്. അന്യജാതിക്കാരിൽ നിന്ന്, തീരുമാനം അതാകട്ടെ, അന്യജാതിക്കാരിൽ നിന്ന് ഒരു മകളെ എനിക്ക് വേണ്ട. അതുകൊണ്ട് തൻ്റെ ദാസനെ വിളിച്ച് ദാസനെ ഏൽപ്പിച്ചു, നീ എൻ്റെ ചാർച്ചക്കാരൻ്റെ അടുത്ത് പോയി അന്വേഷിച്ച് കാര്യങ്ങൾ നടത്തും. അങ്ങനെ പോയപ്പോൾ അവിടുത്തെ കന്യകമാര് വന്ന്, പെൺകുട്ടികൾ വന്ന് വെള്ളം കോരുന്നൊരു കിണറിൻ്റെ അടുക്ക് എത്തിയപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് എലയാസർ എന്ന ദാസൻ എന്ന് നമ്മൾ ചിന്തിക്കുന്നു. എലയാസർ എന്ന് നമ്മൾക്ക് വീണ്ടും പേരിട്ട് പറയാം. എലയാസർ അവിടെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചപ്പോൾ അവന് ഒരു വെളിപ്പാട് കിട്ടി. ദൈവമക്കളെ, ഇന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവം വെളിപ്പാട് തരുന്ന ദിവസമാണ്. പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് ദൈവം വെളിപ്പാട് തരുന്ന ദിവസമാണ്. എന്താ വെളിപ്പാട് കിട്ടിയെന്ന് അറിയാമോ? ഇവിടെ വെള്ളം കോരാൻ വരുന്ന പെൺകുട്ടിയോട് ഞാൻ ചോദിക്കും, എനിക്ക് കുടിക്കാൻ വെള്ളം തരുമോ എന്ന് ചോദിക്കുമ്പോൾ നിനക്ക് മാത്രമല്ല നിന്റെ ഒട്ടകങ്ങൾക്കും കൂടെ വെള്ളം തരുമെന്ന് പറയുന്ന പെൺകുട്ടി ആരാണോ അവളാണ് എൻ്റെ യജമാനന്റെ മകനുള്ള വധു എന്ന് ഒരു വെളിപ്പാട് കിട്ടി. സ്തോത്രം, നാമേ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവന് ദൈവം വെളിപ്പാട് കൊടുക്കും. ആ വെളിപ്പാട് കിട്ടിയാൽ ഇവിടെ പറയുന്നത് പിന്നെ നീ മിണ്ടണ്ടെന്നാ പറഞ്ഞു. ഞാൻ ഈ വന്ന കാര്യം സഫലമായോ ഇല്ലയോ എന്ന് അറിയേണ്ടതിന് മിണ്ടാതിരുന്നു. ഒരു വാക്ക് പറഞ്ഞ് ബാക്കി കഥയൊന്നും ഞാൻ പറയില്ല. വെള്ളം തരുമെന്ന് ചോദിക്കും, പിന്നെ എനിക്കൊന്നും പറയാനില്ല, ബാക്കിയൊക്കെ ഇങ്ങോട്ട് കേൾക്കാന്നാണ്. സ്തോത്രം. ഈ കാര്യത്തിൻ്റെ സഫലത അത് വിജയമായോന്നറിയാൻ പ്രാർത്ഥിച്ചപ്പോൾ വെളിപ്പാട് കിട്ടിയ
ഇന്ന് പ്രാർത്ഥനയ്ക്ക് മുട്ടുകുടക്കിയപ്പോൾ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ പറഞ്ഞ വാക്ക് കേട്ട് വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവരോട് ദൂത് വീണ്ടും ആവർത്തിച്ച് പറയുന്നു, മിണ്ടാതിരിക്കുക, മിണ്ടാതിരിക്കുക. ഇത് ഞാനോട് വിളിച്ചു പറയണ്ട, ഇത് ഞാനോട് പരസ്യമാക്കാൻ നിൽക്കണ്ട, ആരോടും പ്രാർത്ഥന അപേക്ഷിക്കണ്ട, മറുപടി കിട്ടിക്കഴിഞ്ഞു. ഒന്നും കൂടെ പറയാം, നിന്റെ മകന് വേണ്ടി, നിന്റെ മകൾക്ക് വേണ്ടി, നിന്റെ യാചനയുടെ കാര്യം പ്രാർത്ഥിക്കാൻ പറഞ്ഞ് ഇനി ആരോടും പറയണ്ട. നിന്റെ പ്രാർത്ഥന ദൈവം കേട്ട് ഇന്ന് നിന്നോടുള്ള വെളിപ്പാട് ഇന്ന് വ്യക്തമായി അറിയിച്ച ദിവസമാണ്. ഇനി നീ മിണ്ടാതിരുന്നു. അത് എന്തായി പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് വിളിച്ചു ചോദിക്കണ്ട. എന്താ എന്റെ കാര്യത്തെക്കുറിച്ച് കർത്താവ് വല്ലതും പറഞ്ഞോ എന്ന് ആരോടും ചോദിക്കണ്ട. കർത്താവ് പറയുക, സഫലമാക്കി. ദൂതാണെന്ന് സമ്മതിക്കുന്നുണ്ടോ? ദൂതാണെന്ന് ഹൃദയത്തിന് തോന്നുന്നുണ്ടോ? ആമേൻ പറഞ്ഞോ, ആമേൻ പറഞ്ഞോ, ആമേൻ പറഞ്ഞോ. ഒരു വാക്ക് സ്തോത്രം പറഞ്ഞോ. കർത്താവേ എന്നോട് സംസാരിച്ചല്ലോ എന്ന് പറഞ്ഞ് ഒന്ന് സ്തോത്രം പറഞ്ഞോ. അങ്ങനെ തന്നെ നീ കണ്ട വെളിപ്പാട് അതേപോലെ നിറവേറാൻ പോവുക. ആ കുട്ടി പറഞ്ഞ് റിവേക്ക വന്നിട്ട് വെള്ളം കോരുന്ന സമയത്ത് യോജിപ്പ് പറയുന്ന കാര്യമുണ്ട്. നിനക്ക് മാത്രമല്ല, നിന്റെ ഒട്ടകങ്ങൾക്കും കൂടെ 10 ഒട്ടകത്തിനൊക്കെ ഒന്ന് വെള്ളം കോരുകയെന്ന് പറഞ്ഞാൽ എത്ര വെള്ളം കൊടുത്താലും നിർത്താതെ കുടിക്കുന്ന സാധനമാണ് ഒട്ടകം എന്ന് പറയുന്നത്. മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്നത്. അതിന്റെ പൂഞ്ഞയുടെ അകത്ത് നിറച്ച് വെള്ളം സ്റ്റോക്കായതിനേറ്റ് നിർത്തുള്ളൂ എന്ന് പറയുന്നത്. മരുഭൂമിയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ, അങ്ങനെയൊക്കെ ഞാൻ സ്കൂളിൽ പഠിച്ചേക്കുന്നത്. സ്കൂളിൽ പഠിക്കുമ്പോൾ പറഞ്ഞത് എങ്ങനെയാണ്, മരുഭൂമിയിലൂടെ യാത്രയിൽ വെള്ളം കിട്ടാതെ നടക്കുമ്പോൾ സ്റ്റോക്കുള്ള വെള്ളം അതിന് ഉപയോഗിക്കാൻ കഴിയുന്നു. അതുകൊണ്ടാണ് മരുഭൂമിയിലൂടെ സഞ്ചരിക്കുന്നത്, ജീവിക്കുന്നതെന്ന് പറയുന്നത്. എത്ര പറ വെള്ളമാണ് കോരി ഉണ്ടാക്കിയെന്ന് അറിഞ്ഞുകൂടാ. അതിനൊരു സമർപ്പണം വന്നു. എനിക്കൊരു ദൂത് പറയാനുണ്ട്. നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയിരിക്കുന്നത് സമർപ്പണമുള്ളൊരു പെൺകുട്ടിയായിരിക്കണം. സമർപ്പണമുള്ളൊരു പെൺകുട്ടിയെ കിട്ടിയില്ലെങ്കിൽ തലമുറയ്ക്ക് തീരാശാപമായി വരും. കർത്താവെ, സമർപ്പണമുള്ള ഒരു പെൺകുഞ്ഞിനെ എൻ്റെ തലമുറയ്ക്ക് വേണ്ടി ഒരുക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഹൃദയത്തിൽ ഭാരപ്പെടുന്നവരോട് പറയുക, ഇനി അതിനെക്കുറിച്ച് നീ മിണ്ടണ്ട, നീ അതിനെക്കുറിച്ചുള്ള വാചകം പോലും പ്രാർത്ഥനയെ പോലും വരണ്ട. കർത്താവ് നിനക്ക് തന്ന വെളിപ്പാട് നിറവേറുന്നത് കാണും വരെ മിണ്ടാതിരുന്നോ. അത് അങ്ങനെ തന്നെ സംഭവിക്കുക തന്നെ ചെയ്യും. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകട്ടെ, സമയം ഓടി പോകുന്നല്ലോ. മൂന്നാമത്തെ കൂടെ പറയാം. സമയം ലഭിക്കുകയാണെങ്കിൽ 4 കൂടെ പറഞ്ഞ് ചില ദൂതും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. യോശുവയുടെ പുസ്തകം 6-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം. യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം 10-ാം വാക്യം. യോശുവ ജനത്തോട്, ആർപ്പിടുവിനെന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന നാൾ വരെ നിങ്ങൾ ആർപ്പിടരുത്, ഒച്ച കേൾപ്പിക്കരുത്, വായിൽ നിന്ന് ഒരു വാക്കും പുറപ്പെടുകയും വരുത്, അതിന് ശേഷം ആർപ്പിടാം എന്ന് കൽപ്പിച്ചു. നമ്മുടെ ഹൃദയത്തിൽ വന്ന ചിന്തയെക്കുറിച്ചുള്ള ദൂത. അങ്ങ് ഉച്ചത്തെ സ്തുതിക്കണ്ടേന്ന് ചോദിച്ചത്. നമുക്കിതൊന്ന് വിളിച്ചെന്ന് ആലാറെ വിളിക്കണമെന്ന് തോന്നുക. പക്ഷെ കർത്താവ് പറയാ, നീ ഇപ്പം മിണ്ടണ്ട. ഒരു ഒച്ചയും ആർപ്പിടേണ്ട സമയം ഞാൻ പറയും, ആ സമയത്ത് ആർപ്പിട്ടാൽ മതി. 6 ദിവസം ചുറ്റി നടക്കുക, എരികോ മതിലിന് ചുറ്റും നടക്കുക. മിണ്ടാൻ അവസരം കൊടുത്താൽ നമ്മൾ എന്തൊക്കെ പറയുന്നറിയാമോ? ഈ പോകുന്ന ജനം ഈ മതിൽ എങ്ങനെ വീഴും? ഇനിയിപ്പോ അങ്ങോട്ട് വീണാൽ എന്താ സംഭവിക്കുക? നമുക്ക് കയറി പോകാൻ പറ്റുമോ? അത് മുഴുവൻ തടസ്സമല്ലേ. ഇങ്ങോട്ട് വീണാൽ നമ്മളൊക്കെ ചാവില്ലേ? പിന്നെ എന്തിനാ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? ഇത് ആടി ഒഴിഞ്ഞു വീഴാനോ? അതൊക്കെ കാറ്റ് വറുതു പോവോ? ഇങ്ങനെ 100,000 കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിലൂടെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. അതുകൊണ്ടാണ് യോശുവോട് ദൈവം പറഞ്ഞത്, നിങ്ങളും മിണ്ടണ്ട 6 ദിവസം. എന്താ സംഭവിക്കാന്ന് അറിയാൻ പോകുന്നത് നിങ്ങൾ സങ്കല്പിച്ചുണ്ടാക്കണ്ട. കർത്താവ് അങ്ങനെ പ്രവർത്തിക്കും, അവരിലൂടെ പ്രവർത്തിക്കും, അങ്ങനെ സംഭവിക്കും, ഇങ്ങനെ സംഭവിക്കും. ഇതൊന്നും സങ്കല്പിക്കുകയും അതൊന്നും പറയുകയും വേണ്ട. നിങ്ങൾ മിണ്ടാതിരിക്കും, ശബ്ദം കേൾപ്പിക്കണ്ട, ഒച്ച വായിന്ന് വരണ്ട, ഒരു വായിൽ നിന്ന് ഒരു വാക്ക് പോലും പുറപ്പെടണ്ട ഈ വിഷയത്തെക്കുറിച്ച്. 7-ാമത്തെ ദിവസം ഞാൻ ഇന്നൊരു ശക്തിയോടെ പറയട്ടെ, ഒരു ദൂതായിട്ട് പറയട്ടെ. നാളെ ഞായറാഴ്ച രാത്രിയുടെ ദിവസം. അതെന്തിനുള്ളതാണെന്നറിയോ? ആർത്ത് വിളിക്കേണ്ട ദിവസമാണ്. ഒരാഴ്ച നമുക്കൊന്ന് ഒരുങ്ങാൻ പറ്റുമോ? 6 ദിവസം മിണ്ടാതിരുന്നിട്ട് 7-ാമത്തെ ദിവസം എനിക്ക് ആർപ്പിടാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ഒരു ദൂതും കൂടെ കിടക്കുന്നുണ്ട്. അത് ആരോടാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ആരോടെ പരിശുദ്ധാത്മാവ് തൊട്ടി ഉണർത്തി പറയുന്നുണ്ട്, അത് എന്നോടുള്ള ദൂതാന്ന് പറഞ്ഞ് തൊട്ടുണർത്തി തട്ടി ഉണർത്തുന്ന ചില ദൂതായിട്ട് വരികയാണ്. സ്തോത്രം. ആ ജോലി കാര്യത്തിന്റെ വിഷയത്തിൽ ഒന്നുകൂടെ പറയാം, സന്തനാരഭ, ആ ജോലി കാര്യത്തിന്റെ കാര്യത്തിൽ
ഓ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അങ്ങോട്ട് ചരിയുമോ ഇങ്ങോട്ട് ചരിയുമോ എന്താകുമെന്ന് ചോദിക്കുന്നിടത്ത് നീ മൗനമായിരിക്കും. നീ അതിനെ കുറിച്ച് ഭാരപ്പെടണ്ട, ഒരു വാക്കും പറയണ്ട. ഓ ഹോ 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 ഹോ. തടസ്സമായി നിൽക്കുന്ന മതില്, തടസ്സമായിട്ട് ഉയർന്ന മതില്, അത് താണുപോകുന്ന അനുഭവങ്ങൾ തിരിച്ചറിയുക. സ്തോത്രം. ഒരാഴ്ചക്കുള്ളിൽ 6 ദിവസത്തിനകം സംഭവിക്കാൻ പോകുന്ന മഹാത്ഭുതം കാണേണ്ടി വരും. ആ സമയത്ത് ആർപ്പിട്ട് ദൈവത്തെ സ്തുതിക്കാം. ദൈവ പ്രവൃത്തി കണ്ട് ദൈവത്തെ സ്തുതിക്കാൻ പറ്റും. ധൈര്യത്തോടെ ഇന്ന് സംഭവിക്കുമെന്ന് പറഞ്ഞ് ആ 7-ാം ദിവസം, ഓ ഹല്ലേലൂയ, മൗനമായി ചുറ്റിയ വിഷയത്തിന് ആർപ്പ് വിളി ഉയർത്താൻ കഴിയുന്ന ദൈവ പ്രവൃത്തി കാണാൻ പോവുക. ഹല്ലേലൂയ. രിതവന സദാനവ ഉഡാജഗാനഗസ്തേ. യേശുവിന്റെ നാമം ജയം, യേശുവിന്റെ നാമം ജയം, യേശുവിന്റെ നാമം ജയം. വലിയ അത്ഭുത പ്രവൃത്തി മുന്നോട്ട് കടത്തിവിടാതെ തടസ്സം സൃഷ്ടിച്ച് വിട്ട് വെല്ലുവിളിച്ച് നിൽക്കുന്ന, ആരെ കൊണ്ട് തടസ്സം മാറ്റാൻ കഴിയില്ലെന്ന് പറഞ്ഞ വിഷയത്തെ താഴ്ത്തിക്കളഞ്ഞ് മുന്നോട്ട് നടത്തുന്ന ദൈവകൃപയുടെ വ്യാപാരം. ഓ ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആത്മാവിൽ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ, ദൈവത്തിന് മഹത്വം കൊടുത്ത് പരിശുദ്ധാത്മാവെ നന്ദി എന്ന് പറഞ്ഞാട്ടെ, പരിശുദ്ധാത്മാവെ നന്ദി എന്ന് പറഞ്ഞാട്ടെ. ദൈവകൃപ വ്യാപരിക്കട്ടെ. സ്തോത്രം. 4-ാമത്തേലേക്ക് വേഗത്തിൽ പോകട്ടെ. പരിശുദ്ധാത്മാവ് നമ്മോട് സംവാദിച്ചുകൊണ്ടിരിക്കട്ടെ. വളരെ പരിചിതമായ വാക്യം, ഈ ദിവസങ്ങളിൽ നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്ന വാക്യം 14:14, പുറപ്പാട് പുസ്തകം 14:14. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിപ്പിൻ എന്ന് പറഞ്ഞു. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിപ്പിൻ എന്ന് പറഞ്ഞു. ഇവിടെ വന്നിരിക്കുന്നത് ശത്രുവിന്റെ പോരാട്ടം അനുഭവപ്പെടുന്ന വ്യക്തിത്വത്തോട്. ചില കുടുംബം മുന്നോട്ട് പുറപ്പെട്ട കുടുംബത്തെ പിന്നോട്ട് വലിച്ചുകൊണ്ടിരിക്കുന്ന ദുഷ്ടം പോലെ ആത്മാവിലൂടെ ചില ദൂതുകൾ വിളിച്ചു പറയട്ടെ. മുന്നോട്ട് പോകേണ്ട കുടുംബത്തെ ഇറങ്ങിത്തിരിച്ച് മുന്നോട്ട് പോകാൻ, ആത്മീകമായി മുന്നോട്ട് പോകാൻ, കൃപകളാൽ വരങ്ങളാൽ മുന്നോട്ട് പോകേണ്ട കുടുംബത്തെ പിന്നോട്ട് വലിക്കുന്ന ഫറവോന്റെ ശക്തിയുടെ മധ്യത്തിൽ കർത്താവ് പറയുക, നിങ്ങൾ മിണ്ടാതിരുന്ന് ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. 2-3 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ആ 13-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അതിന് മോശജനത്തോട് ഭയപ്പെടേണ്ട, ഉറച്ചു നിൽക്കുക. കാര്യങ്ങളൊക്കെ കേട്ടിട്ട്, കാര്യങ്ങളൊക്കെ അറിഞ്ഞതിനൊക്കെ ഭയപ്പെട്ടിരിക്കുക. എന്ത് സംഭവിക്കുമെന്ന് ഭീകരത തോന്നുക. മുന്നിലെ ചെങ്കടലും പിന്നിലെ ശത്രുവിനെയും കണ്ട് ഭയപ്പെട്ടിരിക്കുക. ദൂത് കേൾക്കുക, നിങ്ങൾ മിണ്ടാതിരിക്കണം, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽക്കണം. മിണ്ടാതിരിപ്പിൻ, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പിൻ. അടുത്ത വാചകം വായിക്കുമ്പോൾ 2-3 പദങ്ങൾ പറയാനുണ്ട് എനിക്ക്. ഇന്ന് നിങ്ങൾക്ക് യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. ഓ, എനിക്ക് വീണ്ടും ദൈവത്തെ സ്തുതിക്കാൻ തോന്നുക. ആവർത്തിച്ച് ദൈവത്തിന്റെ പദം വരിക, നമ്മുടെ പദമല്ല. ഇന്ന് ദൈവം നിങ്ങൾക്ക് ചെയ്യാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. മിണ്ടാതിരിക്കുമ്പോൾ ലഭിക്കുന്ന വേറൊന്നുമല്ല, രക്ഷയാണെന്നേ. ശത്രുവിന്റെ പോരായിക്കോട്ടെ, ഭവനത്തെ തകർത്ത് കളയാൻ, കുടുംബത്തെ തകർത്ത് കളയാൻ ഇറങ്ങിത്തിരിച്ച യാത്ര സഫലമാക്കാൻ കഴിയാതെ, ഓ ഹല്ലേലൂയ, ഓ കനാൻ നാട് കാണാതെ, ഒന്നുകൂടെ പറഞ്ഞാൽ വാഗ്ദത്തം അവകാശമാക്കാൻ കഴിയാതെ വണ്ണം പോരാടിക്കൊണ്ടിരിക്കുന്ന, ചില വാഗ്ദത്തങ്ങളിലേക്ക് മുന്നേറാൻ കഴിയാതെ വണ്ണം പോരാടുന്ന ഓ അന്ധകാര ശക്തികളുടെ വ്യാപാരത്തിന്റെ മധ്യത്തിൽ ദൈവം എന്ത് ചെയ്യാൻ കഴിയുന്ന, ഓ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ചില വിഷയങ്ങളുടെ മധ്യത്തിൽ ഞാൻ മൗനമായിരുന്നു. ചില വിഷയങ്ങളുടെ മധ്യത്തിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് ഞാൻ മൗനമായിരുന്നു. ഞാൻ ഇടപെട്ടില്ല. എന്താ കാര്യം എന്നറിയാമോ? കർത്താവിനോട് പറഞ്ഞു, ഇന്ന് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുക. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രൈമിനെ ഇനി ഒരു നാളും കാണുകയില്ല. വിശ്വാസത്തോടെ പറഞ്ഞാട്ടെ. ഇതുവരെ പോരടിച്ച് ഇന്നയോളം വരെ പിന്നാലെ നടന്ന് തകർത്ത് കളയുമെന്ന് ഭീഷണിപ്പെടുത്തി എന്നും പോരാട്ടം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന മിസ്രൈമ്യ പോരാട്ടം ഇന്നു മുതൽ നിന്റെ ഭവനത്തിൽ കാണുകയില്ല. യേശുവിന്റെ നാമത്താൽ, യേശുവിന്റെ നാമത്താൽ, യേശുവിന്റെ നാമത്തിന്റെ ശക്തിയുടെ വ്യാപാരത്താൽ വിളിച്ചു പറയുകയാണ്. ഓ മിസ്രൈമ്യ ശക്തി ഇന്ന് ഒടുങ്ങിപ്പോകുന്ന ദിവസമാണ്. ഉയർത്തിയ ചെങ്കടൽ, തടസ്സമായി നിൽക്കുന്ന ചെങ്കടൽ നിനക്ക് വേണ്ടി പിളർന്ന് അതിനെ വിഴുങ്ങിക്കളഞ്ഞ് നിനക്ക് വേണ്ടി ദൈവകൃപയുടെ വ്യാപാരം കാണാനായിട്ട് പോവുകയാണ്. ഞാൻ വാക്കുകളെ വേഗത്തിൽ ചുരുക്കട്ടെ, ഇനി മുന്നോട്ട് പോകുന്നതിന് സമയം അനുവദിക്കുന്നില്ല. ഞാൻ വേഗത്തിൽ ചുരുക്കാൻ പോവുകയാണ്. നെഹമ്യാവിന്റെ പുസ്തകം 8-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യം വായിക്കട്ടെ. ശ്രദ്ധിക്കണേ. നെഹമ്യാവ് 8:11.
അവണ്ണം ലേവ്യരും നിങ്ങൾ മിണ്ടാതിരിപ്പിൻ. പാസ്റ്റർമാരും മിണ്ടാതിരുന്നു. ഈ വിഷയമൊന്നും പറഞ്ഞ് നിങ്ങൾ വിഷമിക്കേണ്ട. ഈ ദിവസം വിശുദ്ധമല്ലോ. ഇന്നത്തെ ദിവസം ഒരു ദൈവപ്രവൃത്തിയുണ്ട്. ഈ ദിവസം വിശുദ്ധമല്ലോ, നിങ്ങൾ ദുഃഖിക്കരുത് എന്ന് പറഞ്ഞു സർവ്വജനത്തെയും സാവധാനപ്പെടുത്തി. ഇന്ന് ഈ ദൂത് ചെയ്തതിന്റെ പ്രവൃത്തി എന്താണ്? നിങ്ങളുടെ ദുഃഖം മാറ്റി സർവ്വജനത്തോടും സാവധാനപ്പെടുത്തുകയാണ്. നിങ്ങളൊന്ന് ശാന്തമാകുക എന്ന് പറയാണ്. അടുത്ത വാക്യം 10-ാം വാക്യം ഒന്ന് ശ്രദ്ധിക്കുക. അതിന് തൊട്ട് മുമ്പത്തെ വാക്യം അതിന്റെ പകുതി വരുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു: ഈ ദിവസം നമ്മുടെ കർത്താവിന് വിശുദ്ധമാകുന്നു, നിങ്ങൾ ദുഃഖിക്കരുത്. അടുത്ത വാക്യം ശ്രദ്ധിക്കുക: യഹോവയെങ്കിലും സന്തോഷം നിങ്ങളുടെ ബലമാകുന്നുവല്ലോ എന്ന് പറഞ്ഞു. യഹോവയെങ്കിലും സന്തോഷം നമ്മുടെ ശക്തിയായി ബലമായി മാറുന്ന ദിവസമാണ്. സന്ദർഭം നമുക്കറിയാം. എസ്രാ ശാസ്ത്രി ശുശ്രൂഷയ്ക്കായി വചനവുമായിട്ട് ജനത്തിന്റെ അടുത്ത് വന്നതാണ്. ജനത്തിന്റെ അടുത്ത് വചനം വന്ന് വായിച്ച് എല്ലാവരും പരസ്പരം വായിച്ച് അതിന് ദൂത് ഏറ്റെടുത്തപ്പോൾ അവർക്ക് കിട്ടിയ ഒരു ദൂതാണ്. എന്താണ് ദൂത് പറയുന്നത്? ഇന്നത്തെ ശുശ്രൂഷയുടെ മധ്യത്തിൽ ഈ ദിവസത്തെ ദൈവം വിശുദ്ധമാക്കിയിരിക്കുകയാണ്, ദൈവപ്രവൃത്തിയുടെ ദിവസമാക്കി മാറ്റിയിരിക്കുകയാണ്. എന്നിട്ട് പറയാ, നിങ്ങൾ ഇനി ദുഃഖിക്കണ്ട, ശത്രുവിനെ കുറിച്ച് ദുഃഖിക്കണ്ട, തകർന്നതിനെ കുറിച്ച് ദുഃഖിക്കണ്ട, എന്ത് സംഭവിക്കുന്നോർത്ത് വ്യാകുലപ്പെടണ്ട. ആരാധന യഥാസ്ഥാനപ്പെട്ട് കൂട്ടായ്മയിൽ ശക്തി വ്യാപരിക്കുന്ന ദിവസമായി ഇത് വിശുദ്ധ ദിവസമായി മാറുകയാണ്. പകരം നിങ്ങൾക്ക് തരാൻ പോകുന്നത് യഹോവയെങ്കിലും സന്തോഷം, നിങ്ങൾക്ക് ബലമായി നിങ്ങൾക്ക് ലഭിക്കാൻ പോകുക. ഒന്നുകൂടെ പറയാം, യഹോവയെങ്കിലും സന്തോഷം. ഇന്ന് സന്തോഷം പ്രാപിച്ച്, യഹോവയെങ്കിലും സന്തോഷം പ്രാപിച്ച് അതൊരു ബലമായി മാറിയാൽ നിങ്ങൾ ഇനി ഇളകിയില്ല. നിങ്ങൾ ഉറച്ചു നിൽക്കും. നിങ്ങൾ ഉറച്ചു നിന്ന് അവന്റെ രക്ഷ കാണുവാൻ വേണ്ടി ഉറച്ചു നിൽക്കുന്ന ദിവസമായി മാറുകയാണ്. നിങ്ങളെ ഉറപ്പിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. എന്നാൽ സർവശക്തന്റെ ബലം, ഒന്നുകൂടെ പറഞ്ഞാൽ വചനത്തിലൂടെ വ്യാപരിക്കുന്ന ദൈവശക്തി, ആ ബലം നിങ്ങൾ പ്രാപിച്ചാൽ യഹോവയിലെ സന്തോഷം നിങ്ങൾ അനുഭവിക്കും. നിങ്ങൾ ഇനി ദുഃഖിക്കുകയില്ല. അവസാനം പ്രവചന ശബ്ദം കൂടെ പറഞ്ഞ് ഞാനിവിടെ നിർത്താൻ പോവുകയാണ്. പ്രവാചകനൊരു ദൂത് പറയാനുണ്ട്. അത് പറയുന്നത് സക്രിയ പ്രവാചകനാണ്. സക്രിയ പ്രവാചകൻ 2-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു. സക്രിയ പ്രവചന പുസ്തകം 2:13: സകല ജഡവുമായുള്ളവരെ യഹോവയുടെ മുമ്പിൽ മിണ്ടാതിരിപ്പിൻ. ഇത് ഒരാളോടുള്ളതല്ല, സകല ജഡവുമായുള്ളവരെ. ദൈവമക്കളെ, നമ്മൾ മനുഷ്യരാണെങ്കിൽ അവരോടുള്ള ദൂത. നമുക്കൊക്കെ പ്രശ്നമുണ്ട്. ഈ പറഞ്ഞത് പ്രശ്നമൊക്കെ നമുക്കുണ്ട്. ക്ഷീണം വന്നിട്ടുണ്ട്, നിരാശ വന്നിട്ടുണ്ട്, മടുപ്പ് വന്നിട്ടുണ്ട്, പ്രാർത്ഥന നിർത്തണമെന്ന് ചോദിച്ചിട്ടുണ്ട്, വിശ്വാസം വിട്ടുപോയെങ്കിലും എന്ന് ആലോചിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് പറ്റിയതിന് കാരണം നമ്മൾ ജഡമനുഷ്യരായതുകൊണ്ടാണ്. അല്ല, നീ പരാജയപ്പെട്ടതല്ല, നീ ജഡത്തി വസിക്കുന്നതുകൊണ്ട് സംഭവിച്ചതാ. അവരോട് പറയാനുള്ളത് യഹോവയുടെ മുമ്പിൽ മിണ്ടാതിരിപ്പിൻ. യഹോവയുടെ മുമ്പിൽ മിണ്ടാതിരിപ്പിൻ. അവൻ തന്റെ വിശുദ്ധ നിവാസിൽ നിന്ന് എഴുന്നള്ളി അരുളിയിരിക്കുന്നു. ഒന്നുകൂടെ പറയാം, നിങ്ങൾ മിണ്ടാതിരിക്കുക. ഇന്ന് തന്റെ വിശുദ്ധ നിവാസത്തിൽ നിന്ന്, ഒന്നുകൂടെ പറഞ്ഞാൽ സ്വർഗത്തിൽ നിന്ന് എന്റെ ദൈവം നിനക്ക് വേണ്ടി എഴുന്നള്ളി നിന്നോട് ഇത് അരുളി ചെയ്തിരിക്കുന്നു. ഇത് കർത്താവ് തന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് എഴുന്നള്ളി അരുളി ചെയ്ത ദൂതാണെന്ന് വിശ്വസിച്ചുകൊണ്ട്, കർത്താവെ അങ്ങനോട് സംസാരിച്ചതിനായി സ്തോത്രം എന്ന് പറഞ്ഞുകൊണ്ട്, കേട്ട വചനം ഉപകാരമായി തീരാൻ നമ്മളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതം ധന്യമായി തീരട്ടെ. പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമീൻ.